പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട PC, ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട ബാബുരാജ്, പ്രിയങ്കരനായ മോഹനൻ ചേട്ടൻ, അങ്ങനെ പരിചിതരും പ്രിയപ്പെട്ടവരുമായ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സനാതനധർമ്മം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ കേന്ദ്രം. ഞാൻ ഈ സനാതനധർമ്മത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ പറഞ്ഞത് സനാതനധർമ്മം എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി പോലെ നിർമൂലനം ചെയ്യപ്പെടേണ്ടതാണ്, അനിഹിലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ സനാതനധർമ്മത്തിന് ഒരു ബദലില്ല. അത് ഉന്മൂലനം ചെയ്യപ്പെട്ടാൽ മാത്രമേ പുതിയൊരു വ്യവസ്ഥ രൂപീകൃതമാവൂ എന്നതാണ്. ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു തത്വചിന്താ വിഷയമായി നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ വർത്തമാനകാലത്തിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അനിഹിലേഷൻ ഓഫ് സനാതനധർമ്മം തന്നെയാണ്. ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ അനുദിനം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ അനുദിനം ഇടപെട്ട് നമ്മളെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതനധർമ്മം നമ്മുടെ രാജ്യത്തിൻ്റെ അതിൻ്റെ ഒരു ആത്മസത്തയെ തന്നെ നിരാകരിച്ചുകൊണ്ട് രാഷ്ട്ര ശരീരത്തിൻ്റെ കേന്ദ്ര പ്രമേയമായി സനാതനധർമ്മം എന്ന് പറയുന്ന ആശയം മാറിക്കഴിഞ്ഞു. ഇനി പുതുതായിട്ട് മാറേണ്ട ഒന്നല്ല, അത് മാറിക്കഴിഞ്ഞ ഒരവസ്ഥാവിശേഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഭരണഘടനയുടെ അന്തസത്തയെ തന്നെ നിർവീര്യമാക്കിക്കൊണ്ട് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാന ആശയങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ച ഈ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കൂടുതൽ വിശദമായിട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ പൊതുചർച്ചയുടെ വിഷയം തന്നെ എന്താണ് സനാതനധർമ്മം, എന്താണ് സനാതനധർമ്മം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെയാണിത് മനുഷ്യവിരുദ്ധമായിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് മാനവികമായ എല്ലാ മൂല്യങ്ങൾക്കും ഘടകവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രമായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിണറായി വിജയൻ ശിവഗിരിയിൽ പറഞ്ഞത് സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് എന്നാണ്. വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് സനാതനധർമ്മം എന്നാണ്. മറ്റൊരിക്കൽ ഇത് കേരളത്തിൽ പറഞ്ഞത് 1950 ശിവഗിരിയിൽ നടന്ന തീർത്ഥാടനത്തോടനുബന്ധിച്ചെന്ന പ്രഭാഷണത്തിൽ നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മം തന്നെയാണ് എന്ന് പറഞ്ഞത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പന്. അയ്യപ്പൻ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ ധർമ്മം വർണ്ണാശ്രമധർമ്മം ആയതുകൊണ്ടാണ് ബുദ്ധനെ പോലെയുള്ളവർ ധർമ്മത്തെ സൂചിപ്പിക്കാൻ, നൈതികമായ മൂല്യങ്ങളെ സൂചിപ്പിക്കാൻ സദ്ധർമ്മം എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് സഹോദരൻ അയ്യപ്പൻ അതേ വേദിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഭരണഘടനാ ധാർമ്മികത എന്നൊക്കെ പറയുമെങ്കിലും പലരുടെയും മനസ്സിലുള്ളത് ഈ ചിരപുരാതനമായ ധാർമ്മിക മൂല്യങ്ങളാണ്. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെന്ന് പറയുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പുതിയ വാക്കുകൾ, ആധുനികമായ അർത്ഥത്തിലുള്ള നീതിബോധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ചില പുതിയ പദാവലികൾ തന്നെ നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുമ്പോൾ പോലും സാധാരണക്കാരുടെ മനസ്സിൽ ഈ മഹാഭാരതത്തിലേക്ക് ധർമ്മത്തെ സംബന്ധിച്ച ബ്രാഹ്മണിക സങ്കല്പങ്ങളാണ് പലരുടെയും മനസ്സിലുള്ളത്. എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിൽ നടക്കുന്ന ഗവേഷണങ്ങൾ അത്തരത്തിലുള്ള ഒന്നായതുകൊണ്ട്.
ധർമ്മത്തെ സംബന്ധിച്ച് ചില ഗവേഷണങ്ങൾ സംസ്കൃത സാഹിത്യത്തിലൊക്കെ നടക്കുന്നുണ്ട്. അത്തരം ഗവേഷണ പ്രബന്ധങ്ങളിൽ പറയുന്നത് ധർമ്മം എന്ന് പറയുന്ന ആശയം വലിയ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയാണ് ധർമ്മം എന്നാണ് ഇത്തരം പ്രബന്ധങ്ങളിലൊക്കെ പൊതുവെ പറഞ്ഞു വെക്കാറ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ധർമ്മം എന്താണ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ഈ സംസ്കൃത സാഹിത്യം മുന്നോട്ട് വെക്കുന്ന ധർമ്മസങ്കല്പം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ആശയത്തിലേക്ക് കടക്കുന്നതിന് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ടൊരു കഥയായിട്ട് എനിക്കത് തോന്നുന്നതുകൊണ്ടാണ് ആ കഥയിലൂടെ ഈ ആശയം കൂടുതൽ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നത്. മഹാഭാരതത്തിലെ കഥയാണ്. ഒരിക്കൽ ശ്വേതകേതുവും അദ്ദേഹത്തിൻ്റെ പിതാവും നോക്കിയിരിക്കെ ഒരു ബ്രാഹ്മണൻ ശ്വേതകേതുവിൻ്റെ മാതാവിൻ്റെ കരം ഗ്രഹിച്ച് വരൂ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബലമായി പിടിച്ചു വലിച്ചു. ഈ ശ്വേതകേതുവിനെ നമുക്ക് ഉപനിഷത്തുക്കളിലും കാണാം. ഉപനിഷത്തിലും ശ്വേതകേതു വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വെച്ച്, ശ്വേതകേതുവിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ മാതാവിനെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ആരാണ്? മറ്റൊരു ബ്രാഹ്മണൻ. ഇത് കണ്ട ശ്വേതകേതു തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇത് തടയണം. തൻ്റെ മാതാവിനെ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ട് പോകുന്നത് എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും? ഈ പ്രവൃത്തി തടയണ്ടേ? ശ്വേതകേതുവിൻ്റെ പിതാവായ ഉദ്ദാലകൻ അത് തടയാൻ ഒരുങ്ങിയതേയില്ല. ഉദ്ദാലകൻ തൻ്റെ മാതാവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ശ്വേതകേതുവിനെ തടയുക ചെയ്തത്. യഥാർത്ഥത്തിൽ ഉദ്ദാലകൻ ചെയ്യേണ്ട എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രാണപ്രേയസിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ബ്രാഹ്മണനെ തടയുകയാണ് വേണ്ടത്. പക്ഷെ അദ്ദേഹം തടഞ്ഞില്ല. അദ്ദേഹം തൻ്റെ പുത്രനെ തടയുക ചെയ്തത്. അരുത് പുത്ര, അദ്ദേഹം പിടിച്ചു വലിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്നാണ്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഈ ശബരിമലയിലെ മേൽശാന്തി നിയമനം കൂടെ നമ്മുടെ മനസ്സിൽ വെക്കണം. കാരണം ശബരിമല മേൽശാന്തി നിയമന സന്ദർഭത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക അഫിഡവിറ്റ് കൊടുത്തത് ബ്രാഹ്മണർ പ്രത്യേക വർഗമാണെന്ന്. അപ്പോൾ ഈ മാർസിൻ്റെ വർഗസിദ്ധാന്തമൊക്കെ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഈ ക്ലാസ് എങ്ങനെയാണ്. എന്തായാലും ഉദ്ദാലകൻ ശ്വേതകേതുവിനെ വിലക്കി. എന്നിട്ട് പറഞ്ഞു, എല്ലാ വർണ്ണങ്ങളിലുമുള്ള സ്ത്രീകൾ സ്വതന്ത്രരാണ്. ഗോക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് മനുഷ്യർ. അതുകൊണ്ട് നിന്റെ മാതാവിനെ ആ ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ. മാതാതകോപ കാർഷീസ്ത്വം യേശധർമ്മ സനാതന അനാവൃതാഹി സർവേഷാം വർണ്ണാനാം അങ്കനാ ഭുവി യഥാ ഗാവ സ്ഥിതാസ്താദ സ്വേസേ വർണ്ണേ തഥാ പ്രജ. ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നത് എന്താണ്? മാ താത കോപം, അല്ലയോ പുത്ര കോപമരുത്. യേശധർമ്മ സനാതനം, നിന്റെ മാതാവിനെ ഈ ബ്രാഹ്മണൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതാണ് സനാതനമായ ധർമ്മം. യേശധർമ്മ സനാതന. നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അമ്മയെ ഒരു ബ്രാഹ്മണൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് സനാതന ധർമ്മം. ഇതാണ് എക്കാലത്ത് നിലനിൽക്കേണ്ട ധർമ്മം എന്നാണ് മഹാഭാരതം പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ ധർമ്മം ആധുനിക കാലത്ത് നിലയിൽ വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് പല രീതിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ശബരിമല മേൽശാന്തി നിയമനം നമ്മുടെ മനസ്സിൽ വെക്കണമെന്ന് പറയാൻ കാരണം. മറ്റു മനുഷ്യരെ ബലമായി പുറന്തള്ളിയിട്ടാണ് അത് ബ്രാഹ്മണന് മാത്രമായിട്ട് നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പാചകക്കാരനെ വേണം. ആ പാചകക്കാരൻ വേറൊന്നിനുമല്ല, സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങൾ അരിയണം, അതിനകത്ത് കായപ്പൊടി ചേർക്കണം, ഇത്രേ വേണ്ടൂ. അതിന് പക്ഷേ ഒരു ബ്രാഹ്മണൻ തന്നെ കായം കലക്കിയാലേ മതിയാവൂ എന്ന പിടിവാശിയുടെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തിടെ കണ്ടു കാണും, ഗൗതം മേനോൻ പറഞ്ഞത്
ജാതി മുഴുവൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനിയും ജാതിയുടെ പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല. ജാതി വ്യവസ്ഥ കഴിഞ്ഞു പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഗൗതം മേനോൻ എന്ന. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അറ്റത്തുള്ള മേനോനെ അദ്ദേഹം കാണുന്നതില്ല. ഇങ്ങനെയാണ് സനാതനം നിലനിൽക്കുന്നത്. സനാതനം നമ്മുടെ കാലത്ത് നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മേനോൻ, നായർ, പല പേരുകളുണ്ടല്ലോ, ഭട്ടതിരിപ്പാട്, നമ്പൂതിരിപ്പാട്, ഇത്തരം പേരുകളിലൂടെയാണ് സനാതന ധർമ്മ മൂല്യ വ്യവസ്ഥ ആധുനിക കാലത്ത് നിലനിൽക്കുന്നത്. പക്ഷേ വലിയ 916 പുരോഗമനകാരികളുടെ പേരിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ നാമങ്ങളുണ്ട്. വലിയ മാർക്സിസ്റ്റുകളാണ്, വലിയ പുരോഗമനകാരികളാണ്, വലിയ വിപ്ലവകാരികളാണ്. പക്ഷേ ഈ വിപ്ലവകാരികളുടെ എല്ലാം പേരിൻ്റെ അറ്റത്ത് എന്ത് കാണും? ഇതുപോലൊരു സവർണ ജാതി വാല് കാണും. ഇതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥ ആധുനിക കാലത്തും ഉടവ് തട്ടാതെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു സനാതനികൾ. യഥാർത്ഥത്തിൽ സനാതനികളെന്ന് വിളിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ഈ ജാതിവാലുകാരെ നമ്മൾ വിളിക്കേണ്ട പേര് സനാതനികളെന്നാണ്. അവരാണ് യഥാർത്ഥ സനാതനികൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സനാതന ധർമ്മ വ്യവസ്ഥ ശാശ്വതമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. എന്തിനെതിരായി? ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി. ഇന്ത്യൻ ഭരണഘടന അയിത്ത നിയമം മൂലം നിരോധിക്കുമ്പോൾ സനാതനധർമ്മം അയിത്തത്തെ ഒരു ശാശ്വതമായ വ്യവസ്ഥയായി കാണും. ഇന്ത്യൻ ഭരണഘടന തുല്യത അടിസ്ഥാനപരമായ ഒരു പ്രധാനപ്പെട്ട ആശയമായി ഉയർത്തിപ്പിടിക്കുമ്പോൾ സനാതനധർമ്മം തുല്യതയ്ക്ക് പകരം ശ്രേണീകൃത അസമത്വമാണ് ഏറ്റവും പ്രധാനമെന്ന് കാണുന്നു. ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് തുല്യമായ പദവിയെ വിഭാവനം ചെയ്ത് അതിനെ സാമൂഹ്യ പ്രയോഗ രൂപമായി കൽപ്പിക്കുമ്പോൾ, അതിൻ്റെ പ്രായോഗിക രൂപങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ സനാതനധർമ്മം സ്ത്രീകൾ അസ്വതന്ത്രരാണെന്നും അവർ ത്രൈവർണിക പുരുഷ മേധാവിത്വത്തിന് കീഴിൽ കഴിയേണ്ടവരാണ് എന്നും ഉറപ്പിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്ന ആശയവ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ധർമ്മം എന്ന് പറയുന്ന ആശയം ആദ്യകാലത്ത് നിലവിൽ വന്നിരിക്കുന്നത് ഋഗ്വേദം മുതലായ ഗ്രന്ഥപാഠങ്ങളിലൂടെയാണ് ധർമ്മം എന്ന് പറയുന്ന ആശയത്തിൻ്റെ മൂലരൂപം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. അത്തരം ഗ്രന്ഥങ്ങളിൽ ധർമ്മം എന്നതുകൊണ്ട് അനുഷ്ഠാനപരമായ ഒരു ക്രിയ എന്നാണ് അർത്ഥം കാണുന്നത്. അനുഷ്ഠാനപരമായ ചില ക്രിയകൾ. അനുഷ്ഠാനപരമായ ക്രിയകൾ ആർക്ക് മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ? ബ്രാഹ്മണന് മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ. അഥർവവേദത്തിൽ അനുഷ്ഠാനങ്ങൾ നിർവചിക്കാനുള്ള യോഗ്യതയായി അഥർവവേദം ധർമ്മത്തെ കാണുന്നു. ഋതം സത്യം തപോരാഷ്ട്രം ശ്രമോ ധർമ്മശ്ച കർമ്മജ ഭൂതം ഭവിഷ്യാദുച്ഛിഷ്ടേ വീര്യം ലക്ഷ്മിർ ബലം ബലേ എന്ന് അഥർവവേദത്തിൽ പറയുന്നുണ്ട്. ധർമ്മത്തിന് 3 സ്കന്ധങ്ങളുണ്ടെന്ന് ചാന്തോക്യോപനിഷത്ത് പറയുന്നുണ്ട്. ധർമ്മത്തിന് 3 അവയവങ്ങളുണ്ട്. യജ്ഞം, അധ്യയനം, ദാനം എന്നിവയാണ് ഈ 3 അവയവങ്ങളെന്ന് പറയുന്നത്. അതിലത്തെ ആദ്യത്തെ സ്കന്ധം തപസ്സാണ്. രണ്ടാമത്തെ എന്താണ്? ആചാര്യകുലത്തിൽ ബ്രഹ്മചര്യയോടുകൂടി ശരീരം അത്യന്തം ക്ഷീണിപ്പിക്കുന്നതിനെയാണ് അധ്യയനം എന്ന് പറയുന്നത്. ദാനം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്കുള്ള ദാനമാണ്, എല്ലാവർക്കും ഉള്ള ദാനമല്ല. തൈത്തിരീയോപനിഷത്തിൽ പറയും സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം, സത്യം വദ ധർമ്മം ചര എന്നൊക്കെ പറയും. അപ്പോൾ സത്യം വദ ധർമ്മം ചര എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ വിശിഷ്ടമായ സാർവലൗകികമായൊരു തത്വമാണല്ലോ ഈ സത്യം വദ ധർമ്മം ചര എന്നൊക്കെ പറയുമ്പോൾ. സത്യം മാത്രം പറയണം, ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? സാർവലൗകികമായൊരു നന്മയുടെ മൂല്യമാണ് തൈത്തരീയോപനിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ സുകുമാർ അഴീക്കോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം തത്വമസി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി. തത്വമസി ഉൾപ്പെടെയുള്ള മഹാവാക്യങ്ങൾ അടങ്ങിയ ഉപനിഷത്തുക്കൾ ഇന്ത്യയുടെ ഘോരമായ ലോകത്തിന് മുമ്പിലുള്ള ഘോരമായ സംഭാവനയാണ് എന്ന് അഴീക്കോട് പ്രസ്താവിച്ചു. അദ്ദേഹം എറണാകുളത്ത് ഭാരതീയത എന്ന പേരിൽ തുടർച്ചയായിട്ടുള്ളൊരു പ്രഭാഷണ പരമ്പര തന്നെ നടത്തുന്നുണ്ട്. ആ പരമ്പരയിൽ അഴീക്കോട് പറയുന്നത് ശങ്കരാചാര്യരെ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ വെച്ച ഏറ്റവും ഉദാത്തമായ സംഭാവനയാണെന്നാണ് പറഞ്ഞത്. അദ്വൈത സിദ്ധാന്തവും ലോകത്തിന് മുമ്പിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന് അഴീക്കോട് പ്രസ്താവിച്ചു. പക്ഷേ നമ്മൾ അദ്വൈത ഭാഷ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്
എത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും സമത്വ വിരുദ്ധവുമായ ആശയങ്ങളാണ് ഈ പറയുന്ന ഉപനിഷത്തുകളിലൊക്കെ ഉള്ളടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നത് എന്താണ്? ധർമ്മം, ധർമാന്യപ്രമതിതവ്യം, ധർമ്മത്തിൽ നിന്ന് തെറ്റി ഒന്നും തന്നെ ചെയ്യരുത്, ധർമ്മത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. ഒറ്റവാക്യത്തിൽ കേൾക്കുമ്പോൾ വളരെ സുഖകരമായ ആശയമാണെന്ന് തോന്നും. പക്ഷേ തൊട്ടടുത്ത വരി കൂടി വായിക്കുമ്പോഴാണ് ധർമ്മം എന്നത് കൊണ്ട് എന്താണ് തൈത്തിരീയ ഉപനിഷത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമാകത്തുള്ളൂ. ആ വരി ഉദ്ധരിക്കാം. നോ ഇതരാണ് ഏകേ ചാസ്മാം ശ്രേയാംസോ ബ്രാഹ്മണാഹ തേഷാം ത്വ ആസനേന പ്രശ്വസിതവ്യം. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് ആസനം മുതലായത് നൽകി അവരുടെ ക്ഷീണം തീർക്കാൻ സഹായിക്കണം. ഇതാ ധർമ്മം എന്ന് പറയുന്നത്. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് ആസനം മുതലായത് നൽകി അവരുടെ ക്ഷീണം തീർക്കാൻ സഹായിക്കണം. നിങ്ങൾ നോക്കൂ, ഉപനിഷത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ എല്ലാ മനുഷ്യരെയും സഹായിക്കണമെന്ന് ഒരു വരി ഏതെങ്കിലും ഉപനിഷത്തിൽ കാണുമോ? ഒരു ഉപനിഷത്തിലും ഇല്ല. നിങ്ങളെല്ലാ മനുഷ്യരെയും സഹായിക്കണം, പാവങ്ങളെ സഹായിക്കണം, ദരിദ്രരെ സഹായിക്കണം, മർദ്ദിത ജനകോടികളെ സഹായിക്കണമെന്നൊരു വാക്ക് നമുക്ക് ഉപനിഷത്തിൽ കണ്ടെത്താൻ കഴിയുമോ? ഇല്ല, ഇല്ല. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിലാണ് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചാന്തോക്യോപനിഷത്തിലാണ്. അപ്പോൾ എന്താണ് ഈ തത്വമസിയുടെ അർത്ഥം? വേറൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ രണ്ട് ബ്രാഹ്മണർക്ക് മാത്രം പരസ്പരം പറയാൻ കഴിയുന്നൊരു വാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. തത് ത്വമസി, അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണനാകുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു വാക്ക് ചാന്തോക്യോപനിഷത്തിൽ നമ്മൾ കാണുന്നു. അത് പിന്നീട് നമ്മൾ കാണുന്നത് രാമായണത്തിലാണ്. രാമായണത്തിൽ ആ വാക്യം പറയുന്ന സീതയാണ്. സീത രാവണനോടാണ് പറയുന്നത്, ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതുപോലെ അല്ലയോ രാവണ, നിനക്കെന്നെ സ്പർശിക്കാൻ അർഹതയില്ല എന്ന് പറയുന്ന ആരാണ്? വാൽമീകിയുടെ സീതയാണ് പറയുന്നത്. ഈ സീതയാണ് എല്ലാവരുടെയും, ഇന്ത്യയുടെ മുഴുവൻ സ്ത്രീകളുടെയും മാതൃകയായിട്ട് ഉയർത്തിക്കാണുന്ന സീതയാണ്. ഈ സീത ജാതിമൂല്യ വ്യവസ്ഥയുടെ ബ്രാഹ്മണിക പുരുഷ മേധാവിത്വത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമാണ്. അതുകൊണ്ട് ഉജ്ജ്വലം എന്നുള്ള വാക്ക് മനഃപൂർവ്വം തന്നെ ഉപയോഗിച്ചതാണ്. ബ്രാഹ്മണ പുരുഷ ത്രൈവർണിക മേധാവിത്വത്തിൻ്റെ പരിപാലകയും സംരക്ഷകയുമാണ് വാൽമീകിയുടെ സീത എന്ന് പറയുന്ന കഥാപാത്രം. അതുകൊണ്ടാണ് സീത പറയുന്നത്, ചണ്ടാളന്മാർക്ക് യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതുപോലെ അല്ലയോ രാവണ, നിനക്കെന്നെ സ്പർശിക്കാനും അർഹതയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാന്തോക്യ ഉപനിഷത്ത് വളരെ പ്രാചീനമായ ഉപനിഷത്താണ്. ആ പ്രാചീനമായ ഉപനിഷത്തിൽ എന്താണ് കാണുന്നത്? വളരെ കൃത്യമായ ജാതി വ്യവസ്ഥയെ പരിപാലിക്കുന്ന, ബ്രാഹ്മണിക മൂല്യവ്യവസ്ഥയെ പരിപാലിക്കുന്ന, വർണ്ണധർമ്മ ക്രമത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വ്യവസ്ഥാ പരിപാലന സിസ്റ്റമാണ് നമ്മൾ ചാന്തോക്യോപനിഷത്തിൽ കാണുന്നത്. ഈ ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് പൂന്താനം പാടിയിട്ടുണ്ടല്ലോ, ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുമെന്ന് പൂന്താനം പാടുന്നുണ്ട്. അതുപോലെ പാപികളാണ് പട്ടിയായും പന്നിയായും പിറക്കുന്നത് എന്ന് പറയുന്നത് ഈ ചാന്തോക്യോപനിഷത്തിലാണ്. പാപികളാണ് പന്നിയായി പിറക്കുന്നത് എന്ന്, സൂകരയോനിയിൽ പിറക്കുന്നത് എന്ന് പറയുന്നത് ഈ ചാന്തോക്യോപനിഷത്തിലാണ്. അപ്പം ഇങ്ങനെ കർമ്മസിദ്ധാന്തം ആണ് ഇന്ത്യയുടെ ജാതിവർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ധാർമ്മിക ക്രമം എന്ന് പറയുന്നത്. ആ ധാർമ്മിക ക്രമത്തെയാണ് ചാന്തോക്യോപനിഷത്ത് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിനി മനുസ്മൃതിയിലൂടെ ഒക്കെ കടന്നുപോയാൽ മനുസ്മൃതിയിൽ എന്താണ് ധർമ്മം എന്ന് പറയുന്നത്, ഞാൻ ഇത്ര ആഴത്തിൽ സൂക്ഷ്മമായിട്ട് ഇതോടെ പറയാൻ കാരണം നമ്മുടെ പൊതുചർച്ചയുടെ വിഷയം സനാതന ധർമ്മം എന്ത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരത്തുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രന്ഥപാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഇതെന്താണ് എന്ന് കൂടുതൽ ആഴത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പം മനുസ്മൃതിയിൽ പറയും, ഭഗവൻ സർവവർണ്ണാനാം യഥാവതന് പൂർവശഃ അന്തരപ്രഭവാണാം ച ധർമാൻ നോ വക്തുമർഹസി. മനുസ്മൃതി 1-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ധർമ്മങ്ങളെ വഴിപോലെ പറഞ്ഞു നൽകുക. അപ്പം മനുസ്മൃതിയിൽ ധർമ്മം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ജാതിധർമ്മത്തെ, ശ്രേണീകൃതമായ അസമത്വത്തെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന
ധാർമ്മിക വ്യവസ്ഥയാണ് മനുസ്മൃതി ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് സാർവജനീനവും സാർവലൗകികവുമായ സാമൂഹ്യ സമത്വത്തിൻ്റെ ആശയങ്ങളുമായി മനുസ്മൃതിയിലെ ധർമ്മം എന്ന് പറയുന്ന അർത്ഥത്തിന് യാതൊരു ബന്ധവുമില്ല. അത് സമ്പൂർണമായി സാഹോദര്യ വിരുദ്ധവും സമത്വ വിരുദ്ധവും സ്വാതന്ത്ര്യ വിരുദ്ധവുമായ ഒരു സങ്കല്പമാണ് മനുസ്മൃതിയിലെ ധർമ്മം എന്ന് പറയുന്ന ആശയം. ഇതേ സംഗതി യാജ്ഞവൽക്യ സ്മൃതിയിലും കാണാം. നമ്മൾ പൊതുവേ നിങ്ങൾ മനുസ്മൃതിയെ കുറ്റപ്പെടുത്തുകയാണ്, വേറെ നല്ല സ്മൃതികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് യാജ്ഞവൽക്യ സ്മൃതിയിലേക്ക് നോക്കാം. യാജ്ഞവൽക്യ സ്മൃതിയിൽ ഇതേ ആശയം തന്നെ കാണാം. യോഗീശ്വരം യാജ്ഞവൽക്യം സംപൂജ്യ മുനയോ അബ്രവൻ വർണ്ണാശ്രമേതരേഷാം നോ ബ്രൂഹി ധർമാനശേഷതഃ. യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന മഹാമുനിയെ സമീപിച്ചിട്ട് ഋഷിമാർ ചോദിക്കുകയാണ്, വർണ്ണാശ്രമേതരേഷാം നോ ബ്രൂഹി ധർമാനശേഷതഃ, ഞങ്ങൾക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങൾ വേണ്ട പോലെ ഉപദേശിച്ചു തന്നാലും എന്നാണ്. അപ്പോൾ എന്താണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്? വർണ്ണവും ആശ്രമവും. വർണ്ണം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നാലായി തിരിക്കുന്ന വ്യവസ്ഥയുടെ പേരാണ് വർണ്ണം, വർണ്ണവ്യവസ്ഥ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായിട്ട് മനുഷ്യരെ നാലായി തരംതിരിക്കുന്നു. അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലാണ് പുരുഷ സൂക്തം ഉള്ളത്. ആ പുരുഷ സൂക്തത്തിൽ പറയും, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യത് വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ, കൈകളിൽ നിന്ന് രാജന്യനുണ്ടായി. ഊരു തദസ്യത് വൈശ്യഃ, ഊരുക്കളിൽ നിന്ന് വൈശ്യനുണ്ടായി. പദ്ഭ്യാം ശൂദ്രോ അജായത, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. അപ്പോൾ പൊതുവേ ഉള്ളൊരു പ്രധാനപ്പെട്ട ആഖ്യാനം എന്ന് പറയുന്നത്, വിരാട് പുരുഷൻ്റെ ദിവ്യ ശരീരത്തിൽ നിന്നുണ്ടായ എല്ലാവരും തുല്യരാണ്. അധ്യാപകർ ബ്രാഹ്മണരാണ്, പട്ടാളക്കാർ ക്ഷത്രിയരാണ്, അതുകൊണ്ട് ഇവരെല്ലാം തുല്യരാണ് എന്ന് പറയുന്ന ചില പുതിയ സിദ്ധാന്തങ്ങൾ ചില ആളുകൾ വർണ്ണവ്യവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ വർണ്ണവ്യവസ്ഥയെ ന്യായീകരിക്കുന്ന ഇത്തരം കുൽസിത സിദ്ധാന്തങ്ങളെ ഇന്ത്യയിലെ പുരാണങ്ങൾ അംഗീകരിച്ചിട്ടേ ഇല്ല. ഭാഗവത പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. ഭാഗവത പുരാണത്തിൽ പറയുന്നത്, ഭാഗവത പുരാണം 11ാം അധ്യായം 17ാമത്തെ ശ്ലോകം, 17ാമത്തെ സർഗം 13ാമത്തെ ശ്ലോകത്തിൽ പറയും, വിപ്രക്ഷത്രിയ വിക്ഷൂദ്ര മുഖബാഹൂരുപാദജാഹ വൈരാജാത് പുരുഷാജാത യ ആത്മാചാരലക്ഷണഃ എന്ന് ഭാഗവത പുരാണത്തിൽ പറയും. വിരാട് പുരുഷൻ്റെ മുഖം, കൈ, തുട, പാദം എന്നീ അവയവങ്ങളിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെല്ലാം വിരാട് സ്വരൂപനായ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ്. ഇത് പറയുന്ന ആരാണ്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമെല്ലാം എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ്. ഭഗവത്ഗീതയിലെ ശ്ലോകം നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുരു ഇതിനെ നിരസിച്ചല്ലോ. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു എന്താണ്? ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ വർണ്ണം എങ്ങനെ നിശ്ചയിക്കാം? കരുണാർദ്രമായ തമാശയിൽ ചാലിച്ചു ഗുരുസ്വാമികൾ ചോദിച്ചു, ഇതെന്താ ചതുർവർണ്ണങ്ങൾ വിരാട് പുരുഷൻ്റെ വിവിധ അവയവങ്ങളിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയുന്നത് മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് ഗുരുസ്വാമികൾ ചാതുർവർണ്ണ്യത്തിൻ്റെ ഉൽപ്പത്തി സിദ്ധാന്തത്തെ കരുണയിൽ ചാലിച്ച് നിശിത വിമർശനം ചെയ്തു. സത്യത്തിൽ ഭാഗവത പുരാണ കർത്താവ് അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ച ഒരാളാണെങ്കിൽ നാരായണ ഗുരുവിൻ്റെ സ്റ്റഡി ക്ലാസ് കൊടുക്കണ്ട. ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹത്തിനൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കണം. ഭാഗവത പുരാണത്തിൽ പറയും, വർണ്ണാനാമാശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോ നൃണാം നീചൈർ നീചോത്തമോത്തമൈഹി. വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മത്തിൻ്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതാണ്. ശ്രദ്ധിക്കേണ്ട വാചകമാണ്. വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മത്തിൻ്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതാണ്. അതിൽ താണസ്ഥലങ്ങളിൽ നിന്നുണ്ടായവർ താണവയും ഉത്കൃഷ്ടസ്ഥാനത്ത് നിന്നുണ്ടായവ ഉത്കൃഷ്ടങ്ങളായും ഭവിച്ചു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ശ്രേഷ്ഠരും ശൂദ്രർ നികൃഷ്ടരുമാണെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഭാഗവത പുരാണം. ഈ പുരാണ ഗ്രന്ഥമാണ് 7 ദിവസം എത്ര വിളക്കാ? 100 വിളക്ക് വരെ
വെച്ച് എണ്ണയൊഴിച്ച് ചിലവാക്കി അവലും പലരും വെച്ച് ജാതി വ്യവസ്ഥയെ പുകഴ്ത്തുന്ന പുസ്തകം 7 ദിവസം വായനയാണ്. സപ്താഹ യജ്ഞം എന്നാണ് അതിൻ്റെ പേര്. ഞാൻ താണവനായി തന്നെ ജീവിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞ ചെയ്യുന്നത് പോലെയാണ് ഈ ശ്ലോകം വായിക്കുന്നത്. വർണ്ണാനാം ആശ്രമാണാം ജന്മഭൂമി അനുസാരിണി. ജന്മത്തിൻ്റെയും ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്ഥാനം നിശ്ചയിക്കപ്പെടുക എന്ന് പറയുന്നത് വേദവ്യാസൻ എഴുതിയെന്ന് പറയുന്ന ഭാഗവത പുരാണത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം വിരാട് പുരുഷൻ്റെ അംഗത്തിലെ വർണ്ണങ്ങളെല്ലാം തുല്യമാണെന്ന വാദം ഭാഗവത പുരാണം തന്നെ ഖണ്ഡിക്കുന്നു. അപ്പം പൊതുവെ ഹിന്ദുത്വവാദികളായ സന്യാസിമാർ പറയുന്നത് എന്താണ്? വിരാട് പുരുഷൻ്റെ അവയവങ്ങളെല്ലാം വളരെ തുല്യമാണ്, അതുകൊണ്ട് ഈ അവയവങ്ങളിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിൽപ്പെട്ടവരെല്ലാം തുല്യരാണെന്നാണ് നമ്മുടെ ചില പുരോഗമന സ്വാമിമാർ വരെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ വാദത്തെ ഭാഗവത പുരാണം തന്നെ ഖണ്ഡിക്കുന്നു. ഭാഗവത പുരാണം പറയുന്നത് അങ്ങനെ തുല്യരല്ല, ബ്രാഹ്മണർ കൂടുതൽ ശ്രേഷ്ഠരും ശൂദ്രർ തീർത്തും അധമരുമാണ് എന്ന് പറയുന്നത് ഭാഗവത പുരാണത്തിലാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഭാഗവത പുരാണത്തിൽ തന്നെയാണ് കലിയുഗത്തിൽ ഒരവതാരമുണ്ടാകും എന്ന് പറയുന്നത്. എന്താണ് അവതാരം? ക്ഷീയമാണേഷു ദേഹേഷു ദേഹീനാം കലിദോഷതഃ വർണ്ണാശ്രമവതാം ധർമ്മി നഷ്ടേ വേദപദേ നൃണാം. ഭാഗവതം 12-ാം അധ്യായം 2-ാമത്തെ സർഗം 12-ാമത്തെ ശ്ലോകം. ദേഹികളുടെ ദേഹങ്ങൾ കലിദോഷത്താൽ ശക്തിഹീനങ്ങളായി തീരുകയും വർണ്ണാശ്രമികളുടെ വൈദിക ധർമ്മം നഷ്ടപ്രായമാവുകയും ചെയ്യും. അപ്പം കലിയുഗത്തിൽ സംഭവിക്കുന്ന എന്താണ്? വർണ്ണാശ്രമധർമ്മം ക്ഷയിക്കും. ഇത് കലിയുഗമാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ഈ കലിയുഗത്തിൻ്റെ കുഴപ്പം എന്താണ്? വർണ്ണാശ്രമധർമ്മം തകരും. എന്താണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പ്രത്യേകത? അത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് കൂടുതൽ ശ്രേഷ്ഠമായ സ്ഥാനവും ശൂദ്രർക്ക് ഏറ്റവും അധമമായ സ്ഥാനവും നൽകുന്ന ശ്രേണീകൃത സിസ്റ്റത്തിൻ്റെ പേരാണ് വർണ്ണാശ്രമധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന സനാതനധർമ്മം. കലിയുഗമാകുമ്പോൾ ഇത് തകരും. ഈ വർണ്ണാശ്രമധർമ്മം തകർന്ന് തരിപ്പണമാകും. ഇല്ലേ? യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? നാരായണ ഗുരുസ്വാമി ഏറ്റവും വലിയ ശത്രുവാണ്. കാരണം എന്താണ്? ഈ വർണ്ണാശ്രമധർമ്മം തകരാനാണ് നാരായണ ഗുരുസ്വാമികൾ പോരാടിയത്. ഈ വർണ്ണാശ്രമധർമ്മത്തെ തകർക്കാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പോരാടിയത്. ഈ വർണ്ണാശ്രമധർമ്മത്തെ തകർക്കാനാണ് മഹാത്മാ ഭൂലെ പോരാടിയത്. ഈ വർണ്ണാശ്രമധർമ്മത്തിനെതിരെയാണ് അയ്യങ്കാളി പോരാടിയത്. ഫാത്തിമയെ പോലെയുള്ള ആളുകൾ പോരാടിയത്. അപ്പം ആ പോരാട്ടത്തിനെതിരെയാണ് ഭാഗവത പുരാണം മുൻകൂട്ടി പറയുന്നു, കലിയുഗത്തിൽ വർണ്ണാശ്രമധർമ്മം തകരും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. പാഖണ്ഡ പ്രചുരേ ധർമ്മേ ദസ്യപ്രായേഷു രാജസു ചൗര്യ അനൃതവൃതാ ഹിംസ നാനാവൃത്തിഷു വൈ നൃഷു. ഭാഗവത പുരാണം 12-ാം അധ്യായം 2-ാമത്തെ സർഗം 13-ാമത്തെ ശ്ലോകം. ധർമ്മം നാസ്തിക സിദ്ധാന്ത പ്രചുരമാവുകയും രാജാക്കന്മാർ ചോരപ്രായരാവുകയും ജനങ്ങൾ മോഷണം, അസത്യം, വൃഥാഹിംസ മുതലായ വൃത്തികളോടുകൂടിയരാവുകയും ചെയ്യും. ഇത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഭാഗവത പുരാണം പറയുന്നത്. എന്താണ്? കലിയുഗത്തിൽ ആളുകളിടയിൽ നാസ്തികത പ്രചരിക്കും. ഈശ്വരവിശ്വാസം ഇല്ലാതാകുന്നു എന്നതിലല്ല, എന്നത് മാത്രമല്ല നാസ്തികത എന്നതിൻ്റെ അർത്ഥം. നാസ്തികത എന്നതുകൊണ്ട് ആർഷഭാരത സിദ്ധാന്തം അർത്ഥമാക്കുന്നത് വൈദിക ധർമ്മങ്ങളിൽ വിശ്വസിക്കാത്തവരെന്ന. നാസ്തികർ എന്ന് ബ്രാഹ്മണർ വിളിക്കുന്ന ആരെയാണ്? വൈദിക ധർമ്മത്തിൽ വിശ്വസിക്കാത്തവരെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ മൂല്യവ്യവസ്ഥയെയും ബ്രാഹ്മണരെയും വർണ്ണാശ്രമ ധർമ്മത്തെയും വിശ്വസിക്കാത്തവരെ മുഴുവൻ ഇന്ത്യൻ ബ്രാഹ്മണനെ അടയാളപ്പെടുത്തിയത് നാസ്തികർ എന്ന പേരിലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. കലിയുഗമാകുമ്പോൾ എന്ത് സംഭവിക്കും? നാസ്തികത എങ്ങും പടരും. കഴിഞ്ഞില്ല. ശൂദ്രപ്രായേഷു വർണ്ണേഷു ചാകപ്രായാസു ധേനുഷു ഗൃഹപ്രായേഷ്വാശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു. വർണ്ണങ്ങൾ ശൂദ്രപ്രചുരവും പശുക്കൾ ആടുകൾക്ക് തുല്യവും
ആശ്രമങ്ങൾ വെറും ഭോഗസ്ഥാനങ്ങൾ മാത്രമാവുകയും ചെയ്യും. ഇത് കേട്ടാൽ തോന്നും ആശ്രമങ്ങൾ മുമ്പ് ഭോഗസ്ഥാനം ആയിരുന്നില്ല എന്നാണ് തോന്നും. ആശ്രമങ്ങൾ മുഴുവൻ ഭോഗസ്ഥാനം തന്നെയായിരുന്നു. ഉദ്ദാലകൻ്റെ ആശ്രമത്തിൽ എന്താണ് സംഭവിച്ചത്? ഉദ്ദാലകൻ്റെ മുമ്പിൽ വെച്ചാണ് സ്വന്തം പത്നിയെ ഒരു ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പോയത്. ഒരു പ്രശ്നവും ഉദ്ദാലകന് തോന്നിയില്ല. ഏഷധർമ്മ സനാതന, ഈ ധർമ്മമാണ് സനാതനമെന്നാണ് ഉദ്ദാലകൻ തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ ഉപദേശിച്ചത്. ഇങ്ങനെ എത്രയോ കഥകൾ പറയാൻ. ഋഗ്വേദത്തിൽ യമയമീ സംവാദം ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള, പക്ഷേ അത് വീണ്ടും വീണ്ടും പറയണം. ചില കാര്യങ്ങൾ കൂടുതൽ തവണ പറയേണ്ടതായിട്ട് വരും. വള്ളത്തോൾ മനോഹരമായി യമയമീ സംവാദം തർജ്ജമ ചെയ്തിട്ടുണ്ട്. നീലവിശാലമാമൻകടലിൽ ഏകാന്തമാമീ മണൽ തുരുത്തിൽ ആമോദമുൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവമാസ്വദിക്കാൻ എൻ പ്രിയ സോദരനാകും നിന്നെ വൻപെരുമീ ഞാൻ ക്ഷണിച്ചിടുന്നു. സഹോദരിയായ യമി യമനോട് പറയുകയാണ്, ഇവിടെ വെറുതെ ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്, നേരം പോക്കാണ്, വരൂ നമുക്ക് കാമലീലോത്സവം ആസ്വദിക്കാം. ദയാനന്ദ സരസ്വതി പറഞ്ഞ വേദങ്ങളിലേക്ക് മടങ്ങാനാണ്. യമയമീ സംവാദത്തിലേക്ക് മടങ്ങിയാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ കൂടുതൽ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒറ്റ കമൻ്റേ ചെയ്യുന്നു. വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്കൂളുകളിൽ ചെയ്യുന്നൊരു പ്രതിജ്ഞ ഉണ്ടല്ലോ, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ നമ്മൾ പറയുന്നു. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഈ വ്യവസ്ഥയിലേക്ക് നമ്മൾ നടന്നു പോയാൽ എന്തായിരിക്കും? അപ്പം വേദങ്ങളിലേക്ക് മടങ്ങാൻ ദയാനന്ദ സരസ്വതി പറയുന്നതിൻ്റെ അർത്ഥം ഈ ചാതുർവർണ്ണയ സിദ്ധാന്തത്തിലേക്ക് മടങ്ങാനും ആ ചാതുർവർണ്ണയ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യർ ഒരു ജീവിത മൂല്യം രൂപീകരിക്കണമെന്നാണ്. ആ ജീവിത മൂല്യം എന്ന് പറഞ്ഞാൽ ഹിംസാത്മകമായ ഒരു ജീവിത മൂല്യമാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഭാഗവത പുരാണത്തിൽ ഒരു ശ്ലോകം കൂടെ ഉണ്ട്. താ വിഹത്യൈ കലേരന്തേ വാസുദേവാനുശിക്ഷിതോ വർണ്ണാശ്രമയുധം ധർമ്മം പൂർവവത് പ്രദയിഷ്യത. താ വിഹത്യൈ കലേരന്തേ, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ വാസുദേവാനുശിക്ഷിതവും, വാസുദേവനാൽ നയിക്കപ്പെട്ടവർ. ആരാണ് വാസുദേവൻ? വസുദേവസ്യ അപത്യം പുമാൻ, അതാണ് വാസുദേവൻ. അതാരാണ്? കൃഷ്ണൻ. കൃഷ്ണനാൽ നയിക്കപ്പെട്ടവർ വരും, അവതരിക്കും. എന്തിനാ വരുന്നത്? ഭഗവാനാൽ ആജ്ഞാപിക്കപ്പെട്ട വർണ്ണാശ്രമധർമ്മങ്ങളെയും മറ്റ് ധർമ്മങ്ങളെയും പണ്ടേ പോലെ പിന്നെയും പ്രവർത്തിപ്പിക്കാൻ. ഇപ്പം കലിയുഗമാകുമ്പോൾ എല്ലാവരും ഭഗവാൻ വാസുദേവൻ വരാൻ കാത്തിരിക്കുക. സാധാരണ വിശ്വാസം എന്താണ്? അദ്ദേഹം വരുന്നത് പാപികളെ എല്ലാം ഇല്ലാതാക്കി ഇവിടുത്തെ സാധാരണക്കാരെയൊക്കെ രക്ഷിക്കുമെന്നാണ് പാവങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അവരെ രക്ഷിക്കുമോ? ഇല്ല. എന്തിനാണ് പുള്ളി വരുന്നത്? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. താവിഹത്യൈ കലേരന്തേ വാസുദേവാനുശിക്ഷിതൗ വർണ്ണാശ്രമയുധം ധർമ്മം പൂർവവത് പ്രദയിഷ്യത. വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ വീണ്ടും പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കാനാണ് ഈ അവതാരങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഭാഗവത പുരാണം പറയുന്നു. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ ഉറപ്പിക്കാനും ജാതി വ്യവസ്ഥയെ ഒരു ധാർമ്മിക സദാചാര മൂല്യമായി സ്ഥാപിക്കാനുമാണ് ഭാഗവത പുരാണ കർത്താവ് ശ്രമിക്കുന്നത് എന്ന് ആ പുരാണ പാരായണത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അപ്പം ഇങ്ങനെ നോക്കിയാൽ ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ അത് ശ്രേണീകൃത അസമത്വത്തിൻ്റെ മറ്റൊരു പേരായ വർണ്ണാശ്രമധർമ്മം, ജാതിധർമ്മം തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാവും. മനുസ്മൃതിയിൽ ധർമ്മത്തിൻ്റെ ലക്ഷണമായി വേദം, സ്മൃതി, സദാചാരം, ആത്മതുഷ്ടി എന്നിവ 4 പറയപ്പെട്ടിരിക്കുന്നു. എന്നിവ 4നെയും കൂടെ ചേർത്താണ് മനുസ്മൃതിയിൽ ധർമ്മം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. വേദസ്മൃതി സദാചാര സ്വസ്യജ പ്രിയമാത്മനഃ ഏതശ്ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷണം. ഇതാണ് ധർമ്മത്തിൻ്റെ ലക്ഷണം. ഈ ധർമ്മം അനുസരിച്ച് എന്താണ് സദാചാരം? വർണ്ണാനാം സാന്തരാളാനാം സദാചാര ഉച്യതേ. ബ്രഹ്മാവർത്ത ദേശത്തിലുള്ള ചതുർവർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ആചാരമാണ് സദാചാരം.
വേറൊന്നുമില്ല. സദാചാരം എന്ന് പറഞ്ഞാൽ ജാത്യാചാരം തന്നെയാണ് എന്നാണ് മനുസ്മൃതി വ്യക്തമാക്കുന്നത്. എന്താണ് ഈ സദാചാരത്തിൻ്റെ പ്രായോഗിക രൂപം? അതും മനുസ്മൃതി തന്നെ പറയുന്നുണ്ട്. മംഗല്യം ബ്രാഹ്മണ്യ സ്യാത് ക്ഷത്രിയസ്യ ബലാന്വിതം വൈശ്യസ്യ ധനസംയുക്തം ശൂദ്രസ്യ തുജുഗുപ്സിതം. ഈ സദാചാരമനുസരിച്ച്, ഈ സനാതന ധർമ്മം അനുസരിച്ച് ഓരോ മനുഷ്യർക്കും ഇടേണ്ട പ്രത്യേക പേരുകളെ പറ്റി മനുസ്മൃതി പറയുന്നുണ്ട്. മനുസ്മൃതി അനുസരിച്ച് ബ്രാഹ്മണന് മംഗളകരമായ പേരും ക്ഷത്രിയന് ബലത്തെ സൂചിപ്പിക്കുന്നതും വൈശ്യന് ധനപരമായതും ശൂദ്രന് ജുഗുപ്സയുളവാക്കുന്നതുമായ പേര് തന്നെ നൽകണമെന്നാണ് മനുസ്മൃതി പറയുന്നത്. മനുസ്മൃതി അനുസരിച്ച് എല്ലാവർക്കും ആചാര്യനാകാൻ പോലും കഴിയില്ല. മനുസ്മൃതി പറയും, ശിഷ്യനെ ഉപനയിച്ച് യജ്ഞവിദ്യയും ഉപനിഷത്തുൾപ്പെടുന്ന വേദശാഖ അധ്യയനം ചെയ്യിക്കുന്ന ബ്രാഹ്മണനെ ആചാര്യൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ആചാര്യ വ്യവസ്ഥയ്ക്കെതിരെയാണ് ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതിയുടെ ഈ ആചാര്യ സങ്കല്പത്തെ നിരാകരിച്ചുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരായി കടന്നു വരാൻ, ഗവേഷകരായി കടന്നു വരാനുള്ള വ്യവസ്ഥാക്രമം ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിക്കുമ്പോൾ സനാതനധർമ്മം ചില ആളുകൾക്ക് സവിശേഷമായ പദവി കൽപ്പിച്ച് ഉത്കൃഷ്ടമായ സ്ഥാനം നൽകുകയും മറ്റു മനുഷ്യരെ അപകൃഷ്ടരായി സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ത്രീകളെ തന്നെ ഈ വ്യവസ്ഥ ഏറ്റവും അപകൃഷ്ടമായി സ്ഥാനപ്പെടുത്തുന്നു. മനുസ്മൃതിയിൽ സ്ത്രീധർമ്മം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ട്. നോക്കൂ, സ്ത്രീധർമ്മം എന്ന പേര് മനുസ്മൃതിയിൽ പറയും, ബാലയാവാ യുവത്യാവാ വൃദ്ധയാവാഭിയോഷിത ന സ്വാതന്ത്ര്യേണ കർത്തവ്യം കിഞ്ചിത് കാര്യം ഗൃഹേഷ്വതി. ബാലയോ യുവതിയോ വൃദ്ധയോ ആരായാലും സ്ത്രീ സ്വഗൃഹത്തിൽ പോലും ഒരു കാര്യവും സ്വേച്ഛയാ ചെയ്യരുത്. സ്ത്രീ സ്വന്തം കാര്യം പോലും വീട്ടിലിരിക്കുന്ന ചേട്ടൻ്റെ അനുവാദം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ഇതാണ് മനുസ്മൃതി പറയുന്ന ധർമ്മം എന്ന് പറയുന്നത്. ഇത് മനുസ്മൃതി മാത്രമല്ല, മനുസ്മൃതിക്ക് മുമ്പ് രചിക്കപ്പെട്ട ധർമ്മസൂത്രങ്ങളിലും പറയുന്നത് ഇത് തന്നെയാണ്. അസ്വതന്ത്ര സ്ത്രീയ ജ്ഞാതിചരേത് ഭർത്താരം എന്നാണ് ധർമ്മസൂത്രങ്ങൾ പറയുന്നത്. സ്ത്രീകൾ അസ്വതന്ത്രകളാണ്, അവൾ ഭർത്താവിൻ്റെ വാക്കുകളെ ഉല്ലംഘിച്ച് പോകാൻ പാടില്ല. അപ്പം ഈ ധർമ്മം നിലവിൽ വന്നതിനുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ല, ഈ ധർമ്മം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പൂർണ്ണമായിട്ടും ഈ ധാർമ്മിക സങ്കല്പങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. സ്ത്രീകളെ അടിച്ചമർത്തുന്ന വ്യവസ്ഥയായി ഈ ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടകങ്ങളെ ഇത് ഇപ്പോഴും നിയന്ത്രിക്കുന്നുണ്ട്. മനുസ്മൃതിയിൽ തന്നെ പറയും, യസ്മൈ ദദ്യാത് പിതാത്വേന ഭ്രാത്രാമാനുമതേ പിതുഹു തം ശുശ്രൂഷേത ജീവന്തം സംസ്ഥിതം ചനലങ്കയേത്. പിതാവോ പിതാവിൻ്റെ അനുമതിയോടുകൂടി സഹോദരനോ സ്ത്രീയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നവോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ അയാളെ ശുശ്രൂഷിക്കണം. ഭർത്താവിനെ മറികടന്ന് യാതൊന്നും ചെയ്യരുത് എന്നാണ് മനുസ്മൃതി പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ കടന്നുപോയാൽ മനസ്സിലാവും. അപ്പം ചുരുക്കം പറഞ്ഞാൽ ധർമ്മം എന്നതുകൊണ്ട് വർണ്ണാശ്രമധർമ്മമാണ് എന്നും ആ വർണ്ണാശ്രമധർമ്മം ഇന്ത്യയിലെ ദളിതരെ, ഇന്ത്യയിലെ ആദിവാസികളെ, പിന്നോക്ക ജനതയെ, ബഹുജനങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തുകയും പുറന്തള്ളുകയും ചെയ്യുന്ന വ്യവസ്ഥാക്രമമാണ് സനാതനധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന വർണ്ണാശ്രമധർമ്മം. അതിൽ ത്രൈവർണിക പുരുഷന് മാത്രമേ മേൽക്കോയ്മയുള്ളൂ, മറ്റു മനുഷ്യരെ ഒന്നും തന്നെ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് അടിയുറച്ചിരിക്കുന്നതാവട്ടെ കർമ്മ പുനർജന്മം എന്ന് പറയുന്ന സിദ്ധാന്ത സങ്കല്പത്തിലാണ് ഈ ചാതുർവർണ്ണ സിദ്ധാന്തം അടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മഹാഭാരതത്തിൽ പറയും, കർമ്മഭി പാർത്ഥനാനാത്വം ലോകാനാം യാന്തി മാനവാഹ പുണ്യാൻ പുണ്യകൃതോ യാന്തി പാപാൻ പാപകൃതോ ജനാഹ. മനുഷ്യർ വ്യത്യസ്ത ലോകങ്ങളെ പ്രാപിക്കുന്നത് അവരുടെ കർമ്മഫലത്താലാണ്. പുണ്യം ചെയ്തവർ പുണ്യലോകത്തിലും പാപം ചെയ്തവർ പാപലോകത്തിലും ചെന്നു ചേരുന്നു എന്ന് മഹാഭാരതം പറയും. അപ്പോൾ ഇന്ത്യയിൽ ഒരാൾ ദളിതരായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ, ആദിവാസികളാകുന്നെങ്കിൽ, സ്ത്രീകളായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ, മർദ്ദിതരായി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അവർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്.
ഈ ജന്മത്തിൽ നിങ്ങൾക്ക് MLA ആയിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണ്. ഇന്ത്യൻ IIT-കളിൽ 6049 അധ്യാപക തസ്തികകളിൽ 121 പേര് മാത്രമാണ് ദളിതർ. ബാക്കിയുള്ളവർ മുഴുവൻ സവർണർ. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 96% തസ്തികകളിലും സവർണ അധ്യാപകരാണ് ജോലി ചെയ്യുന്നതെന്നാണ്. ഈ കർമ്മസിദ്ധാന്തം അനുസരിച്ച് മറ്റുള്ളവർക്കൊന്നും തന്നെ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാത്തതിന് കാരണം എന്താണ്? അവർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയാത്തത്. ചുരുക്കം പറഞ്ഞാൽ ചാതുർവർണ്ണയ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന കർമ്മ പുനർജന്മ സിദ്ധാന്തം ഇന്ത്യയിലെ അസമത്വത്തെ അരയിട്ടുറപ്പിക്കുന്ന, താങ്ങി നിർത്തുന്ന ഒരു സിദ്ധാന്തമാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ അസമത്വത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമ്മുമ്മ കഥയാണ് കർമ്മ പുനർജന്മ സങ്കല്പം എന്ന് പറയുന്നത്. ഈ കർമ്മ പുനർജന്മ സങ്കല്പം അനുസരിച്ച് ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കാൻ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കും, ഒരാൾ കൊടിയ ദുരിതം അനുഭവിക്കും. ആ ദുരിതത്തിൽ നിന്ന് നമുക്ക് അവരെ കരകയറ്റാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു വലിയ കഥ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാൻ മിക്കവാറും വേദികളിൽ പറയുന്ന ഒരു ശ്ലോകമാണ് സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി. സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധിയിൽ പറയുന്നത്, ബ്രാഹ്മണ സ്വർണ്ണഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. അപ്പോൾ ധാരാളം മൂത്രം പോകുന്ന പ്രമേഹം ഉണ്ടല്ലോ, ബഹുമൂത്ര പ്രമേഹവാൻ, എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്ന പ്രമേഹം. ആ പ്രമേഹം വരുന്നതിന് കാരണം എന്താണ്? ബ്രാഹ്മണ സ്വർണ്ണഹരണാത്. കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ സ്വർണം അപഹരിച്ചവർക്കാണ് ഈ ജന്മത്തിൽ എന്ത് വരുന്നത്? പ്രമേഹം വരുന്നത്. അപ്പം ഇന്ത്യയുടെ മുഴുവൻ കണക്കെടുത്താൽ കേരളം പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കേരളം പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാകാൻ കാരണം എന്താണ്? ഈ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തു? ബ്രാഹ്മണൻ്റെ സ്വർണ്ണം അപഹരിച്ചു. അതുകൊണ്ടാണ് ഈ 3 നേരം ഇൻസുലിൻ എടുക്കേണ്ട അവസ്ഥ വന്നതും, ഗ്ലൈസിഫേജ് 500 കഴിക്കേണ്ടി വരുന്നതും, ജാനുമെറ്റ് 500 കഴിക്കേണ്ടി വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ സ്വർണം അപഹരിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ഈ അമ്മുമ്മ കഥ, ഇത്തരം അമ്മുമ്മ കഥകൾ പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നമ്മളെ നിയന്ത്രിച്ച് നിലനിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് കരുതപ്പെടുന്ന ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം എപ്രകാരമാണ് ഈ സനാതന ചാതുർവർണ്ണയത്തെ നിലനിർത്തുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അദ്വൈതം ഏറ്റവും മഹത്തായ സിദ്ധാന്തമാണ് നമ്മൾ പറയുന്നത്. അദ്വൈതം ഏറ്റവും മഹത്തായ സിദ്ധാന്തമാണ് എന്നാണ് പറയുന്നത്. ഈ അദ്വൈത സിദ്ധാന്തത്തിലാണ് ഏറ്റവും ഭീകരമായ ചാതുർവർണ്ണയ ഹിംസയുടെ തത്വം കുടികൊള്ളുന്നത്. ശാങ്കര ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ ശങ്കരൻ പറയും, ദിവിദോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച ജഗതഃ സ്ഥിതി കാരണം. ലോകത്തിൻ്റെ സ്ഥിതി കാരണം, ലോകം ഇങ്ങനെ നിലനിൽക്കാൻ കാരണം എന്താണ്? വേദോക്തോ ധർമ്മ, വേദത്തിൽ പറഞ്ഞ ധർമ്മമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. എന്താണ് വേദത്തിൽ പറഞ്ഞ ധർമ്മം? വിരാട് പുരുഷൻ മനുഷ്യരെ 4 തരംതിരിച്ചു. ആ 4 തരംതിരിച്ച മനുഷ്യർ വ്യത്യസ്തമായി ജോലി ചെയ്ത് ജീവിക്കണം. ബ്രാഹ്മണൻ്റെ ജോലി മറ്റാരും ചെയ്യാൻ പാടില്ല. ശൂദ്രൻ്റെ ജോലി ശൂദ്രൻ തന്നെ ജീവിതകാലം മുഴുവൻ ചെയ്യണം. ശൂദ്രൻ ആ ജോലി മാറാൻ യാതൊരു അധികാരവും ഇല്ല. പൊതുവേ ഇപ്പോഴത്തെ ഈ ന്യായീകരണ സിദ്ധാന്തക്കാർ പറയുന്നത് ശൂദ്രന് ബ്രാഹ്മണനാകാം. ജന്മം കൊണ്ടെല്ലാവരും ശൂദ്രരാണ്, കർമ്മം കൊണ്ടാണ് ആരായി മാറുന്നത്? ബ്രാഹ്മണനാകുന്നതെന്നാണ് കർമ്മസിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ പറയുന്നത്. ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുക, മുമ്പ് പലവട്ടവും ഉന്നയിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു കർമ്മബ്രാഹ്മണൻ ശബരിമലയെ മേൽശാന്തിയാകാത്തത്? എന്തുകൊണ്ടാണ് ഒരു കർമ്മബ്രാഹ്മണൻ ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാറിൽ കായ കലക്കാനെങ്കിലും ഒരു കർമ്മബ്രാഹ്മണൻ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ സിദ്ധാന്തം അനുസരിച്ച്
നമ്മുടെ മുൻ മന്ത്രി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ, അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ. ഇവരുടെ ചാതുർവർണ്ണ കർമ്മ സിദ്ധാന്തം അനുസരിച്ച് മന്ത്രിയായിരിക്കുന്ന ഒരാൾ വലിയ ക്ഷത്രിയ പദവിയിലിരിക്കുന്ന ആളാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കണമല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരിൽ സാധാരണനായ കോട്ടാൻകോട്ടിൽ ഇത്രയും വാചകം പറയുന്നത്? അദ്ദേഹം അസാധാരണനാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. സാധാരണക്കാരിൽ സാധാരണക്കാരൻ ഒരു പൂജാരി ഒരു കൊടി വിളക്കെടുത്ത് രാധാകൃഷ്ണൻ്റെ കയ്യിലോട്ട് കൊടുത്തില്ല. എന്താ കാരണം? അശുദ്ധി, ഐത്തം, വർണ്ണാശ്രമധർമ്മം. ഈ വർണ്ണാശ്രമധർമ്മമാണ് ഒരു കൊടിവിളക്ക് രാധാകൃഷ്ണൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ തടയുന്നത്. കർമ്മം ഇവരുടെ പുതിയ ന്യായീകരണ സിദ്ധാന്തം അനുസരിച്ച് മന്ത്രി ഉന്നത പദവിയിലുള്ള ക്ഷത്രിയ വർണ്ണത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ മാറ്റിയാൽ, ബ്രാഹ്മണൻ്റെ മുകളിലാണല്ലോ ക്ഷത്രിയൻ എന്ന് സങ്കല്പിച്ചാൽ എന്തുകൊണ്ടാണ് ഒരു പൂജാരി ക്ഷത്രിയൻ്റെ കയ്യിലോട്ട് വിളക്ക് കൊടുക്കാതിരുന്നത്? അപ്പോൾ ഈ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്ന ചാതുർവർണ്ണ്യം വർത്തമാനകാലത്തിലും വളരെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ദർശിക്കാനിടയായി, കോട്ടാൻകോട്ട് ദർശിക്കാനിടയായി. ധാരാളം സാധാരണക്കാരായ ആളുകൾ അവിടെ ക്യൂവിൽ ദർശനത്തിനായി വരി നിൽക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പൂണൂൽധാരികളായ ആളുകൾ കടന്നു വന്നപ്പോൾ അതിനു മുൻപേ നടന്ന ചില ആളുകൾ പറഞ്ഞത് മാറി നിൽക്കൂ എന്ന്. 2025 ജനുവരി 31 നമ്മൾ കേൾക്കുന്നത് എന്താണ്? മാറി നിൽക്കൂ എന്ന വാചകമാണ്. മാറി നിൽക്കൂ എന്ന വാചകമാണ്. നോക്കൂ, ചാന്തോക്യോപനിഷത്തിലെ ആ വാചകം, ഞാൻ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ധരിച്ച വാചകം എന്താണ്? ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് വേണ്ടി ത്വയാസനേന പ്രശ്വസിതവ്യം, അവർക്കായിട്ട് നീ ആസനം നൽകണം. അത് 2025 തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വളരെ കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ട്. പൂണൂൽധാരികൾ വരുമ്പോൾ അവർക്ക് പ്രത്യേക വഴികളിലൂടെ കടന്നു പോകാൻ അവസരം ലഭ്യമാകുന്നു. സാധാരണക്കാരായ ആളുകൾ അപ്പോഴും ക്യൂവിൽ നിന്ന് വലയുന്നു. വേണമെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഇവർക്ക് നാണമില്ലേ ഈ പോയി നിൽക്കാൻ എന്ന് നമുക്ക് ചോദിക്കാം. ആ ചോദ്യം ചോദിച്ചവരുമുണ്ട്. പക്ഷേ ടി.കെ. മാധവനെ പോലെയുള്ളവർ ചെയ്തത് ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ടത് ഈ വർണ്ണാശ്രമധർമ്മത്തെ തകർക്കാനായിരുന്നു. കാരണം ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ, ആത്മാഭിമാനമുള്ള തുല്യപൗര ശരീരം എന്ന് പറയുന്ന ആശയത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ബ്രാഹ്മണ കേന്ദ്രീകൃത വ്യവസ്ഥ നിലനിൽക്കുന്നത്. ഈ ബ്രാഹ്മണ കേന്ദ്രീകൃത വ്യവസ്ഥയെ തകർക്കാനാണ് ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ, നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപ്രക്ഷോഭണ പരിപാടികൾ നടന്നു. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ ഉദ്ബോധിപ്പിച്ചത്, എവിടെ നിങ്ങൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ കടക്കണം. പാൽപ്പായസം വെച്ചാൽ കോരി കുടിക്കണം. യാതൊന്നും ശുദ്ധമായിരുന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു. ഗാന്ധിയുടെ സന്ദേശവുമായി വിനോബ ഭാവ ഗുരുവിനെ കാണാനെത്തി. ഗുരുവിനോട് പറഞ്ഞു, എന്താണ് ഗാന്ധി കൊടുത്തയച്ച സന്ദേശം? സത്യാഗ്രഹത്തെ പ്രക്ഷോഭിപ്പിക്കുന്ന രീതിയിൽ, അതിന് ഊർജം കൊടുക്കുന്ന രീതിയിൽ, വിപ്ലവകരമായ പ്രസ്താവനകളിൽ നിന്ന്, ഇടപെടലുകളിൽ നിന്നും നാരായണ ഗുരു വിട്ടു നിൽക്കണം. ഇതായിരുന്നു ഗാന്ധിയുടെ സന്ദേശം. ഗുരുസ്വാമികൾ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു വിനോബയോട്, താങ്കളൊരു വൈഷ്ണവനല്ലേ? നിങ്ങൾ സാരൂപ്യ സായുജ്യ സാമീപ്യ സാലോക്യങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട് എന്ന് വിനോബ മറുപടി പറഞ്ഞു. ഗുരുസ്വാമികൾ ചോദിച്ചു, ക്ഷേത്രത്തിന് പുറത്തെത്തിയാൽ അകത്ത് കടക്കണമെന്ന് തോന്നുകയും അകത്ത് കടന്നാൽ വിഗ്രഹമൊന്ന് കാണണമെന്ന് തോന്നുകയും വിഗ്രഹം കണ്ടാൽ വിഗ്രഹത്തിൽ നിന്ന് തൊഴണമെന്ന് തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് ഗുരു ചോദിച്ച ചോദ്യം. വിനോബയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഗുരുസ്വാമികൾ ചെയ്തതെന്താണ്? ഈ വേദോക്തമായ ധാർമ്മിക സങ്കല്പങ്ങളെ തിരസ്കരിച്ചുകൊണ്ടും അരുളിലും അൻപിലും സ്വജീവിത മൂല്യത്തെ പകർത്തിക്കൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ ഈ ധാർമ്മിക വ്യവസ്ഥയെ തകർത്തത്. അങ്ങനെ ശങ്കരൻ പറയും, പ്രാണിനഃ പ്രാണീനാം സാക്ഷാദഭ്യുദയ നിശ്രയസ്സ
ഹേതുർയഹ സധർമ്മോ ബ്രാഹ്മണാദ്യർ വർണ്ണഭിരാശ്രമിഭിശ്ച ശ്രേയോർത്തിഭിः അനുഷ്ഠീയമാനോ ദീർഘേണ കാലേന. അപ്പം ധർമ്മം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ബ്രാഹ്മണാദ്യർ വർണ്ണഭിരാശ്രമിഭിശ്ച. വർണ്ണാശ്രമ ധർമ്മത്തെ തന്നെയാണ് ശങ്കരൻ ധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. കഴിഞ്ഞില്ല, ശങ്കരൻ പറയും ആദികർത്ത നാരായണാഖ്യോ വിഷ്ണു ഭൗമസ്യ ബ്രാഹ്മണോ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാംശേന കൃഷ്ണ കില സാംബഭൂവ. നമ്മൾ ഭാഗവത പുരാണത്തിൽ കണ്ടു, കലിയുഗത്തിൽ വാസുദേവൻ അവതരിക്കും. എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നതെന്നും കണ്ടു, ചാതുർവർണ്ണ്യം പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ. അതേ കാര്യം ശങ്കരാചാര്യനും പറയുന്നുണ്ട്. ശങ്കരൻ പറയുന്നത് എന്താണ്? ആദികർത്ത നാരായണാഖ്യോ വിഷ്ണു. ആദികർത്താവായ നാരായണൻ എന്തു ചെയ്യും? ഭൗമസ്യ ഭൂമിയിൽ ബ്രാഹ്മണോ ബ്രാഹ്മണരെ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ബ്രാഹ്മണരെയും ബ്രാഹ്മണ്യത്തെയും രക്ഷിക്കാൻ അവതരിക്കുമെന്ന്. ശങ്കരന് യാതൊരു സംശയവും ഇല്ല. ശങ്കരാചാര്യന് പറയുന്നത് എന്താണ്? ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബ്രാഹ്മണരെയും ബ്രാഹ്മണ്യത്തെയും രക്ഷിക്കാനാണ്. ഇന്ത്യയിലെ കീഴാളരെ രക്ഷിക്കാനാണോ? അല്ല. ഇന്ത്യയിലെ സ്ത്രീകളെ രക്ഷിക്കാനാണോ? അല്ല. ഇന്ത്യയിലെ ബഹുജനങ്ങളെ രക്ഷിക്കാനാണോ? അല്ല. ഇന്ത്യയിലെ ആദിവാസികളെ രക്ഷിക്കാനാണോ? അല്ലേ അല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാനാണോ? അത് പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന മധ്യകാലത്ത് രചിക്കപ്പെട്ട കാവ്യത്തിൽ പറയുന്നത്, രാജാനക ജയാനകൻ എഴുതിയ കൃതിയാണ് പൃഥ്വിരാജ വിജയം, 14-15 നൂറ്റാണ്ടുകളിൽ. അതിൽ പറയുന്നത് ശ്രീരാമൻ അവതരിക്കും, വിഷ്ണുവിൻ്റെ രൂപത്തിൽ ശ്രീരാമൻ അവതരിക്കും. എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നത്? പാഷണ്ഡരായ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനാണ് എന്നാണ് പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നത്. മധ്യകാലത്ത് തന്നെ രചിക്കപ്പെട്ട ഗംഗാദേവിയുടെ മധുരാവിജയം എന്ന് പറയുന്ന ഒരു സംസ്കൃത മഹാകാവ്യം, ആ സംസ്കൃത മഹാകാവ്യത്തിൽ പറയുന്നത് ഭഗവാൻ വാസുദേവൻ്റെ അവതാരമായ രാജാവ് പാഷണ്ഡരായ മുസ്ലിങ്ങളെ വധിക്കുമെന്ന്, അവരെ ഉന്മൂലനം ചെയ്യുമെന്ന്. മുസ്ലിങ്ങൾ സംസാരിക്കുന്നത് പശുക്കളെപ്പോലെയും പക്ഷികളെപ്പോലെയും മൃഗങ്ങളെപ്പോലെയും ആണെന്നാണ് പൃഥ്വിരാജ വിജയവും ഗംഗാദേവിയുടെ മധുരാവിജയവും പറയുന്നത്. പശുക്കളുടെ രക്തം കൊണ്ട് ഗോദാവരി നദി ചുവന്നു തുടുത്തു എന്നാണ് മധുരാവിജയത്തിൽ പറയുന്നത്. സംസ്കൃതത്തിലൊരു അലങ്കാരമുണ്ട്, ആ അലങ്കാരത്തിൻ്റെ പേര് അത്യുക്തി എന്നാണ്. അത്യുക്തി. സത്യത്തിൽ ഈ അത്യുക്തിയെ കടന്നിട്ടാണ് ഗംഗാദേവിയുടെ മധുരാവിജയം നിൽക്കുന്നത്. പശുക്കളെ കൊന്നട്ടെ, ഗോദാവരി നദി അങ്ങോട്ട് ചുവന്നു തുടുത്തു പോലും. ഗോദാവരി നദി ഇത്രമാത്രം ചുവന്നു തുടുക്കണമെങ്കിൽ എത്ര പശുക്കളെ കൊല്ലണം? ഇത് കേട്ടാൽ തോന്നും ഇന്ത്യയിലെ ബ്രാഹ്മണരൊക്കെ എക്കാലത്തും അച്ചടിയും കിച്ചടിയും പച്ചടിയും കഴിച്ചിട്ടാണ് ജീവിച്ചതെന്ന്. ഒന്നുമല്ല. ഇവരെല്ലാം തന്നെ ഹിംസാത്മകമായി മൃഗങ്ങളെ കൊന്നു തിന്നവരാണ് എന്ന് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാണ്. വാൽമീകി രാമായണത്തിൽ രാമൻ ചിത്രകൂടത്തിൽ വാസ്തുബലി അർപ്പിക്കുന്നുണ്ട്. ആ വാസ്തുബലി അർപ്പിക്കുന്ന ചടങ്ങിൽ രാമൻ നല്ല മാനിനെ, ഇളം മാനിനെ പിടിച്ചുകൊണ്ട് വന്ന് ചുട്ടെടുത്ത് അരിഞ്ഞ് ആണ് വാസ്തുബലി അർപ്പിക്കുന്നത്. ഇന്നിപ്പോൾ വെള്ളച്ചോറായി, 64 കളം വരച്ച് ഈ വെള്ളച്ചോറ് ഉരുള ഉരുട്ടി വെക്കും. പണ്ടങ്ങനെ ആയിരുന്നില്ല. എന്തിനധികം പറയുന്നു, 7-ാം നൂറ്റാണ്ട് രചിക്കപ്പെട്ട മയമതം എന്ന് പറയുന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ നല്ല ഒന്നാന്തരം ഉണക്കമീൻ വാസ്തുബലിയായി സമർപ്പിക്കുന്നതിനെ പറ്റിയുള്ള പരാമർശം മയമതത്തിൽ കാണാം. ഞാനത് സംബന്ധിച്ച് വിശദമായൊരു ലേഖനം എഴുതിയിരുന്നു, മയമതത്തെ മുൻനിർത്തി തന്നെ. പലതരം മീനുകൾ, പലതരം മാംസങ്ങൾ, എന്തിനധികം പറയുന്നു, ആമ ഇറച്ചി പോലും വാസ്തുബലിയിൽ അർപ്പിക്കുന്നതിനെ സംബന്ധിച്ച രംഗങ്ങൾ കാണാം, ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതി കൂട്ടിയവർ ഇപ്പോൾ സാമ്പാർ മാത്രമേ കഴിക്കത്തുള്ളെന്നാണ് നമ്മളോട് പറയുന്നത്. എത്ര വിചിത്രമായിരിക്കും. വാൽമീകി രാമായണത്തിൽ ദശരഥൻ്റെ അശ്വമേധയാഗം നടക്കുകയാണ്. അശ്വമേധയാഗം നടക്കുമ്പോൾ ദശരഥൻ പറയുന്നൊരു വാക്യം ഉണ്ട്, കുതിരയുടെ മാംസം വെന്ത മണം വരുമ്പോൾ തനിക്ക് രോമാഞ്ചം വരികയാണെന്നാണ് വാൽമീകി രാമായണത്തിൽ ദശരഥൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
നല്ല മസാല കൂട്ടിട്ടാണ് ഈ ബ്രാഹ്മണർ കുതിരയെ വേവിച്ച് തിന്നത് എന്ന് വ്യക്തമാണ്. നല്ല ഒന്നാം തരം മസാല കൂട്ടിട്ടാണ് ബ്രാഹ്മണർ കുതിരയുടെ മാംസം വേവിച്ച് തിന്നത്. ഗോമേധം എന്ന് പറയുന്ന ചടങ്ങ് തന്നെ ഉണ്ട്. പശുവിൻ്റെ മാംസം ഹോമിക്കലായിരുന്നു ദേവി. അല്ലയോ ദേവി, നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക. ഞങ്ങൾ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിനക്ക് എന്തു തരാം? മാംസോദനം നൽകാം. എന്ത് നൽകാം? മാംസോദനം നൽകാം. ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്, മാംസം അത് ചിക്കനോ ബീഫോ ആയിരിക്കാം. അപ്പം മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കേട്ടില്ല. മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുകിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണിയാണെന്ന് വളരെ വ്യക്തം. അപ്പം ഇങ്ങനെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ച് കുത്തിമറിഞ്ഞവർ ഇന്ന് നമ്മളോട് വെജിറ്റേറിയനിസത്തെ പറ്റി നമ്മളെ ഉപദേശിക്കുക, നമുക്ക് സാരോപദേശം നൽകുക. പക്ഷേ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് സംസ്കൃതത്തിൽ പാകശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട്. പാകശാസ്ത്രത്തിൽ പ്രാവിനെ കൊന്ന് എങ്ങനെ രുചികരമായി കറി വെക്കാം എന്ന് ഈ പാകശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പ്രാവിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. പ്രാവിനെ പോലും. പാമ്പിനെ എങ്ങനെ കറി വെക്കാം? പാമ്പിനെ വരെ യൂപത്തിൽ ബലിക്കായി ബന്ധിച്ചതിനെ പറ്റിയുള്ള പരാമർശം വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ കാണാം. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? വാൽമീകി കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണെന്നാണ് പറയുന്നത്. വാൽമീകി കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണ്. കാളിദാസനെ ഉദ്ധരിച്ചാണ് പറയുന്നത്. കാളിദാസനെ ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണ് വാൽമീകി. ആരുടെ കരച്ചിലിന് പിന്നാലെ? രുദിതാനുസാരി കവി എന്നാണ്. കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണ്. ആളുകളുടെ ജഡങ്ങൾ രക്തം പോലെയുള്ള നദിയിൽ ഒഴുകി നടക്കുന്നു എന്നും ആളുകളുടെ കരച്ചിൽ തന്ത്രീലയ സമന്വിതം വീണ വായിക്കുന്നത് പോലെ മനോഹരമാണ് എന്നുമാണ് വാൽമീകി യുദ്ധകാന്ഡത്തിൽ എഴുതിയത്. ആളുകൾ മരിച്ചു കിടക്കുമ്പോഴേ മരണശയ്യയിൽ കടന്ന് ഈ അമ്പെല്ലാം കൊണ്ട് ആളുകൾ പുളയുമല്ലോ, ആ പുളയുമ്പോൾ ഞരങ്ങും. ആ ഞരങ്ങൽ എങ്ങനെയുള്ളതാണെന്ന് വാൽമീകി പറയുന്നു. തന്ത്രീലയ സമന്വിതം, വീണ വായിക്കുന്നത് പോലെ മനോഹരമാണെന്നാണ് വാൽമീകി പറയുന്നത്. ആളുകളുടെ കരച്ചിൽ, ആളുകളുടെ ദുഃഖം തന്ത്രീലയ സമന്വിതമാണെന്ന് പറയുന്ന ആളെ നമ്മൾ എന്താ പറയേണ്ടത്? ഗസയിൽ ഇത്രയും വലിയ ഭീകരമായ മനുഷ്യഹത്യ നടക്കുമ്പോൾ അത് തന്ത്രീലയ സമന്വിതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത്രമാത്രം ഭീകരതയുണ്ട് ഇതിന്. ഇതെന്തുകൊണ്ട് ഇവിടെ പ്രസക്തമാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഴയകാല ചില ആളുകൾ പറയും, ഈ പഴയ പുസ്തകങ്ങളിൽ നിങ്ങൾ ധാർമ്മികത തേടരുത്. 18-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ നിങ്ങൾ ആധുനികമായ നീതി ബോധ്യം തിരഞ്ഞിട്ട് കാര്യമില്ല. വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിക്കാം, തിരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ആ വിഷയം ഇവിടെ ഉന്നയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ചിലർ ആ പുസ്തകത്തിൽ വലിയ ധാർമ്മിക മൂല്യം ഉണ്ടെന്നും വാൽമീകി മഹാനായ കവിയാണെന്നും അദ്ദേഹം എന്തോ കരച്ചിലിന് പിന്നാലെ പാഞ്ഞതാണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കിതൊക്കെ എടുത്ത് വെക്കേണ്ടി വരുന്നത്. അങ്ങനെ കരച്ചിലിന് പിന്നാലെ ഒന്നും പാഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കരച്ചിലിനെ സംഗീത തുല്യമാക്കി വാൽമീകി അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം അടിസ്ഥാനപരമായി വൈദികമായൊരു ധാർമ്മിക മൂല്യവ്യവസ്ഥയെ ഉറപ്പിക്കുന്ന ഒന്നാണ്. ആ ധാർമ്മിക വ്യവസ്ഥ എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ ശിക്ഷണ രക്ഷണ നടപടിക്രമങ്ങളാണ് എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനകത്ത് ശങ്കരൻ്റെ ഗീതാദ്വൈത ഭാഷ്യത്തിൽ 18:42 വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരൻ പറയും, ശമോദമസ്തപശൗചം എന്ന് പറയുന്ന ശ്ലോകമാണ്. ആ ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നത്, ശമഃ ദമശ്ച യഥാ വ്യാഖ്യാതാർത്ഥൗ തപഃ യഥോക്തം ശരീരാദിശൗചം വ്യാഖ്യാതം ക്ഷാന്തികി ക്ഷമ ആർജവം ഋജുത ഏവച്ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യമാസ്തികഭാവഃ ശ്രദ്ധാദാനത ആഗമാർത്ഥേഷു
ബ്രഹ്മകർമ്മ ബ്രാഹ്മണജാതേഹേ കർമ്മ സ്വഭാവച. വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ പൊതുവെ കേൾക്കുന്ന കാര്യം എന്താണ്? ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്യം ഇതൊക്കെ ആർക്കും ഉണ്ടാകാവുന്ന ഗുണമാണ്, അത് ആർക്കും ആർജിക്കാം. അങ്ങനെ ആർജിക്കുന്നവരെല്ലാം ബ്രാഹ്മണരായി മാറും. ഇതാണ് വാദം. പക്ഷേ ശങ്കരൻ ഈ വാദത്തെ അംഗീകരിക്കുന്നേയില്ല. ശങ്കരൻ പറയുന്നത് എന്താണ്? ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്യവും ശ്രദ്ധയും ആധാനതയും ഇതെല്ലാം തന്നെ ആരുടെ സ്വഭാവമാണ്? ബ്രഹ്മകർമ്മമാണ്. എങ്ങനെയുള്ള ആളുകളുടെ ബ്രഹ്മകർമ്മം? ബ്രാഹ്മണജാതേഹേ കർമ്മ. ബ്രാഹ്മണരായി പിറന്നവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ തനി മതാത്മകമായ വംശീയതയാണ് ശങ്കരാചാര്യർ പറഞ്ഞു വെക്കുന്നത്. തനി വംശീയവാദം, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ റിലിജിയസ് റേസിസം എന്ന് തന്നെ വേണം നമ്മൾ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തെ വിളിക്കാൻ. തനി മതാത്മകമായ ഹിംസാത്മകമായ വംശീയതയാണ് ശങ്കരാചാര്യർ അദ്വൈത ഗീതാഭാഷ്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ തന്നെയാണ് ശൂദ്രർക്ക് വേദാധികാരമില്ലെന്ന് പറയുന്നത്. ശങ്കരനാണ് പറയുന്നത്. എല്ലാത്തിലും അദ്വൈതം കാണുന്നു എന്ന് പറയുന്ന ശങ്കരൻ്റെ സിദ്ധാന്തം എന്താണ്? സത്യത്തിൽ ശങ്കരൻ്റെ അദ്വൈതം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നതാണോ? അല്ല, അതിൻ്റെ പേര് മാത്രമാണ് അദ്വൈതം എന്ന് പറയുന്നത്. സംഗതി എന്താണ്? സംഗതി അടിസ്ഥാനപരമായി മനുഷ്യർക്കിടയിലെ ശ്രേണീകൃതത്വം ഉറപ്പിക്കുന്ന സിദ്ധാന്തമാണ് ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം. ഗീത 18:41 ബ്രാഹ്മണ ക്ഷത്രിയ വിശ്വാം എന്ന് തുടങ്ങുന്ന ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരൻ പറയും, ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദാനധികാരാത്. ശൂദ്രൻ ഏകജാതിയായതിനാൽ വേദം പഠിക്കാൻ അയാൾക്ക് അധികാരമില്ല എന്നാണ് ശങ്കരൻ പറഞ്ഞു വെക്കുന്നത്. സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണ് എന്നുകൂടി ശങ്കരൻ പറയുന്നു. പാപയോനയഃ പാപജന്മാനഃ കേ തേ ഇതി യാഃ സ്ത്രീയഃ വൈശ്യാഃ തഥാ ശൂദ്രാഃ തേ അഭിയാന്തി യച്ഛന്തി പരാം പ്രകൃഷ്ടാംഗതി. അവർ പാപികളാണെങ്കിലും എന്നെ ഭജിച്ചാൽ മോക്ഷം കിട്ടും. പ്രത്യേക ഡിസ്കൗണ്ടാണ്, പ്രത്യേക കാലയളവിലേക്കുള്ള ഓഫറാണ്. തൊട്ടടുത്ത വാചകമാണ് ഗീതാകാരനായ കൃഷ്ണൻ്റെയും ശങ്കരൻ്റെയും യഥാർത്ഥ സ്വരൂപം വെളിപ്പെടുത്തുന്ന വാചകമാണ്. കിം പുനർബ്രാഹ്മണാഃ പുണ്യാഭക്ത രാജർഷയസ്തദ അനിത്യമസുഖം ലോകമിമം പ്രാപ്യ ഭജസ്വമാം. ആ സ്ഥിതിക്ക് നോക്കൂ, ഈ പാപികളായ സ്ത്രീകളും വൈശ്യരും ശൂദ്രരും എന്നെ പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുമെങ്കിൽ പുണ്യവാന്മാരായ ബ്രാഹ്മണർ, ഗീതാകാരൻ്റെ വാക്കുകളാണ്, പുണ്യവാന്മാരായ ബ്രാഹ്മണർ, അപ്രകാരം തന്നെ രാജർഷികൾ, ഇവരുടെ കഥ പറയാനുണ്ടോ? പാപികളായ സ്ത്രീകൾക്കും ശൂദ്രർക്കും പോലും ഞാൻ ഗതി കൊടുക്കുമെങ്കിൽ പുണ്യവാന്മാരായ ബ്രാഹ്മണർക്ക് EWS കൊടുക്കാതിരിക്കുമോ? അപ്പം EWSൻ്റെ കേന്ദ്രം എവിടെയാണ്? EWSൻ്റെ ഉൽപ്പത്തി ഭഗവത്ഗീതയാണ്. കിം പുനർബ്രാഹ്മണാഃ. നമ്മൾ വിചാരിക്കുന്ന പോലെ EWS പുതിയ സിദ്ധാന്തമല്ല. EWS ഒരു പഴയ സിദ്ധാന്തമാണ്. അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം എവിടെയാണ്? അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം ഭഗവത്ഗീതയാണ്. എന്ന് പറഞ്ഞാൽ സവർണ സംവരണത്തിൻ്റെ സ്രോതസ് ഭഗവത്ഗീതയാണെന്നർത്ഥം. കിം പുനർബ്രാഹ്മണാഃ. ബ്രാഹ്മണർക്ക് അങ്ങനെയെങ്കിൽ പുണ്യവാന്മാരായ ബ്രാഹ്മണരുടെ കഥ പറയാനുണ്ടോ എന്നാണ്. നോക്കൂ, കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ കൃഷ്ണനെ തേടി വരികയാണ്. അദ്ദേഹത്തിന് ധാരാളം ഭൂസ്വത്തുകളുണ്ടെന്നാണ് ഭാഗവതം തന്നെ പറയുന്നത്. പക്ഷേ ദാരിദ്ര്യനിപീഡിതനായ കുചേലൻ തൻ്റെ സഖാവ് കൂടിയായ കൃഷ്ണനെ കാണുവാൻ വരികയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുക, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അഴിമകൾ ഒരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം
ഏഴാം മാളിക മുകളിലിരുന്നരുളും 7 ലഘു വാഴിയായ തമ്പുരാനത്രയും താഴത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയവുമിട്ടു. എന്താണ് കൃഷ്ണനെ കാണാൻ കുചേലൻ കൊണ്ടുവന്നിരിക്കുന്നത്? മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട്. ഒറ്റ ബ്രാഹ്മണർക്കല്ലാതെ കൃഷ്ണൻ വേറെ ഒരുത്തർക്കും ദാനം കൊടുത്തിട്ടില്ല. ഭാഗവത പുരാണം മുഴുവൻ നമ്മൾ അരിച്ചു വർക്കിക്കൂ, ബ്രാഹ്മണർക്കല്ലാതെ ഒരുത്തർക്കും ദാനം കൊടുത്ത ചരിത്രമില്ല. രാമൻ വനവാസത്തിന് പോവുക. വനവാസത്തിന് പോകുന്നതിന് മുമ്പ് കൗസല്യെ വിളിച്ചിട്ട് രാമൻ പറയുന്നത് ദാനം വാങ്ങിക്കാൻ മുഴുവൻ ബ്രാഹ്മണരോടും വരാൻ പറയുമെന്നാണ് രാമൻ ആരോട് പറയുന്നത്? കൗസല്യയോട് പറയുന്നത്. വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിലുണ്ട് ഈ ശ്ലോകമുണ്ട്. എൻ്റെ ആരുടെ രാമൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതെല്ലാം ഖാണ്ഡം ഖാണ്ഡമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് മാത്രം ദാനം നൽകുന്നവർ. പക്ഷേ ത്യാഗരാജൻ ഇദ്ദേഹത്തെ വാഴ്ത്തിയത് എന്താണ്? ജഗദാനന്ദകാരകൻ. എന്താണ്? ജഗദാനന്ദകാരൻ. നമ്മുടെ പുരോഗമനകാരികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് രാമൻ ജഗദാനന്ദകാരകനാണെന്നാണ് പറയുന്നത്. ജഗത്തെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ലോകത്തെയാണ് ഈ ജഗത്തെന്ന് പറയുന്നത്. ഇപ്പം ജഗദാനന്ദകാരൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ലോകസുഖം നൽകുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരർത്ഥവും ഇല്ല ഇതിന്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ തന്നെ ബ്രാഹ്മണർക്കും പശുക്കൾക്കും സുഖമായാൽ ലോകത്തിന് സുഖം. ഇങ്ങനെ ബ്രാഹ്മണ സുഖത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിനകത്ത് മറ്റുള്ളവർക്കാർക്കും ഒരു സ്ഥാനവുമില്ല. ഇന്ത്യയിലെ മറ്റു മനുഷ്യർക്ക് സ്ഥാനമാന പദവികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത്തരം പോരാട്ടങ്ങളും ആ പോരാട്ടങ്ങളുടെ അനന്തരഫലമായി രൂപീകൃതമായ ഇന്ത്യൻ ഭരണഘടനയുമാണ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും സവിശേഷമായ തുല്യത നൽകിയത്. ഈ സവിശേഷമായ തുല്യതയെയും സവിശേഷമായ അവകാശ അധികാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രവർത്തന ഫലമായി EWS സംവരണം വന്നത്. കാരണം അതുവരെ പ്രത്യേക പദവി ഇല്ലാതിരുന്ന ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഇന്ത്യൻ ഭരണഘടന സവിശേഷമായ പദവി നൽകി അവരെ പരിരക്ഷിച്ചപ്പോൾ ആ പരിരക്ഷയിൽ ഹിംസാത്മാക്കളായ അസഹിഷ്ണുക്കളായ ഇന്ത്യൻ ബ്രാഹ്മണ്യം ആ പദവി റദ്ദ് ചെയ്യുന്നതിനും ഇന്ത്യയിലെ വർദ്ധിത ജനകോടികളുടെ അവകാശാധികാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും ഇന്ത്യൻ ബ്രാഹ്മണ്യം കൊണ്ടുവന്ന സിദ്ധാന്തമാണ് EWS എന്ന പേരിൽ അറിയപ്പെടുന്ന സവർണ സംവരണം. അല്ലാതെ മറ്റൊന്നുമല്ല. അത് സവിശേഷമായ അധികാരങ്ങളും സവിശേഷമായ പ്രാതിനിധ്യ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ EWS എന്തിനെതിരെയാണ് നിലകൊള്ളുന്നത്? അത് പ്രാതിനിധ്യ ജനാധിപത്യത്തിനെതിരെയാണ്. സനാതനധർമ്മം എന്തിനെതിരെയാണ് നിലകൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന റെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്സിനെതിരെയാണ്. പ്രാതിനിധ്യ രാഷ്ട്രീയത്തെ തകർക്കാനാണ് സനാതനധർമ്മ വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സനാതനധർമ്മം ഹിന്ദുത്വത്തിന് മറവറ്റി വരുന്നതാണെന്ന് ഞാൻ പറയില്ല. ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ആനുഷംഗികമായിട്ടൊരു കാര്യം കൂടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഹിന്ദുയിസവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്. ഹിന്ദുയിസം ചക്കരയാണ്, മറ്റേത് കയ്പവല്ലരിയാണ്. ഇങ്ങനെയാണൊരു സിദ്ധാന്തം. ഒരെണ്ണം ചക്കര, മറ്റേത് കയ്പവല്ലരി, മറ്റേത് വിഷം, ഇത് നല്ല മധുരമുള്ള തേൻ. പക്ഷേ മിസ്റ്റർ ഗെയ്ക്വാഡും സംഘവും നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പനെ സന്ദർശിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പനോട് ഗെയ്ക്വാഡും സംഘവും ചോദിച്ചു, ജാതി നിർമൂലനത്തിനുള്ള പ്രധാനപ്പെട്ട വഴി എന്താണ്? സഹോദരന് സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 2 വാക്കുകളിൽ മറുപടി പറഞ്ഞു, ലിക്വിഡേറ്റ് ഹിന്ദുയിസം. ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക. എന്താണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്? അത് ബ്രാഹ്മണിസത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ്. നോക്കൂ, ഇന്ത്യയിൽ ധാരാളം വിശ്വാസ വൈവിധ്യങ്ങളുണ്ട്. ഈ വിശ്വാസ വൈവിധ്യങ്ങളെ ഹിന്ദുയിസത്തിൻ്റെ അക്കൗണ്ടിലാണ് പലരും ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. വിശ്വാസ വൈവിധ്യങ്ങൾ എങ്ങനെ ഹിന്ദുയിസത്തിൻ്റെ അക്കൗണ്ടിൽ പെടുത്താൻ കഴിയും? കുട്ടിച്ചാത്തനെ വിശ്വസിക്കുന്നവരെ എങ്ങനെ ഹിന്ദുയിസത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും?
കുട്ടിച്ചാത്തനെ എപ്പോഴെങ്കിലും ബ്രാഹ്മണ ധർമ്മം അംഗീകരിച്ചിട്ടുണ്ടോ? കുട്ടിച്ചാത്തനെ ഒരിക്കലും ബ്രാഹ്മണ ധർമ്മം അംഗീകരിച്ചിട്ടേ ഇല്ല. നോക്കൂ, 1750 രചിക്കപ്പെട്ട ഇടയ്ക്കാട് വിഷ്ണു നമ്പൂതിരിയുടെ പ്രശ്നമാർഗം എന്ന് പറയുന്ന കേരളത്തിലെ ജ്യോതിഷന്മാർ ബൈബിളായി ഇപ്പോഴും കൊണ്ടു നടക്കുന്ന പ്രശ്നമാർഗത്തിൽ മാടനും മറതയും ചാമുണ്ടി എല്ലാം അശുദ്ധരായ ദൈവങ്ങളാണെന്നാണ് പറയുന്നത്. എന്തിനധികം പറയുന്നു, ശങ്കരാചാര്യരുടെ ഗീതാഭാഷ്യത്തിൽ സപ്തമാതൃക്കൾ പോലും അശുദ്ധരാണെന്നാണ് പറയുന്നത്. സപ്തമാതൃക്കൾ പോലും അശുദ്ധരാണ്. അത് ഇതിനകത്ത് കാണാം നമുക്ക്. ഞാൻ ആ ശ്ലോകം ഉദ്ധരിക്കാം. ഗീത 17:4 യജന്തേ സാത്വികാൻ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഹ എന്ന ഗീത 17:4 വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരൻ പറയുന്നത്, യജന്തി പൂജയന്തി സാത്വികാഹ സത്വനിഷ്ഠാഹ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ച സപ്തമാതൃകാദീംശ്ച അന്യേ യജന്തേ താമസാഹ ജനാഹ എന്ന് പറഞ്ഞാൽ സാത്വികന്മാർ ദേവന്മാരെ പൂജിക്കുന്നു, രാജസന്മാർ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും പൂജിക്കുന്നു, മറ്റുള്ള താമസന്മാരായ ജനങ്ങൾ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നു. ഇതിലെ സപ്തമാതൃക്കളെ ഏതിനകത്താണ് പെടുത്തിയിരിക്കുന്നത്? പ്രേതങ്ങളായിട്ടും ഭൂതഗണങ്ങളായിട്ടും. കേരളത്തിലെമ്പാടും സപ്തമാതൃക്ഷേത്രമുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഒരു സപ്തമാതൃക്ഷേത്രം കൂടിയാണ്. നിങ്ങൾക്കറിയാം, കൊടുങ്ങല്ലൂർ പോയവർക്കറിയാം. കൊടുങ്ങല്ലൂർ ഇങ്ങനെ 7 ദേവതകളാണ് ഇരിക്കുന്നത്. സപ്തമാതൃക്കളുടെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഈ ശങ്കരാചാര്യർ സപ്തമാതൃക്കളെ എങ്ങനെയാണ് കരുതിയത്? താമസികരായ ആൾക്കാരാണ് സപ്തമാതൃക്കളെ പൂജിക്കുന്നതെന്നാണ് ശങ്കരൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പൂജ മുഴുവൻ ബ്രാഹ്മണർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതങ്ങനെയാണ് ബ്രാഹ്മണർ ഏറ്റെടുത്തത്. അതാണ് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് വിശദീകരിക്കുന്ന ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ബ്രാഹ്മണ്യ സ്വാംശീകരണം. ബ്രാഹ്മണ്യം എക്കാലവും നിലനിൽക്കുന്നത് ഇന്ത്യയിലെ ബഹുജനങ്ങളുടെയും കീഴാളരാക്കപ്പെട്ട മനുഷ്യരുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് പരാന്നഭോജികളായ ബ്രാഹ്മണവർഗം എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. പരാന്നഭോജിത്വമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. ഇത്തിൽക്കണ്ണി സംസ്കാരമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. അവർക്ക് തങ്ങളുടേതായിട്ടൊന്നും തന്നെ ഇല്ല. ഉള്ളത് ഒരേ ഒരു കാര്യമാണ് അവരുടെ മൂലധനം എന്ന് പറയുന്നത്. അത് ചാതുർവർണ്ണ്യമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ മൂലധനം. ആ ചാതുർവർണ്ണ്യത്തിൻ്റെ അച്ചിലേക്ക് ആ അച്ചനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം വാർത്തെടുക്കുകയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എക്കാലവും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രം. ആദ്യകാലത്ത് ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ സങ്കേതമായിരുന്നു തിരുപ്പതി ക്ഷേത്രമെന്ന് സ്കന്ദപുരാണത്തിലെ തിരുപ്പതി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ തിരുപ്പതി ഇപ്പോൾ ആരുടേതായി മാറി? ബ്രാഹ്മണരുടേതായി മാറി. കേരളത്തിലെ തിരുവല്ലായ്ക്കടുത്തുള്ള ചെങ്ങന്നൂരിനടുത്തുള്ള തിരുപ്പുലിയൂർ ഭഗവതി ക്ഷേത്രം, ഈ തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യമെന്ന. ഈ തിരുപ്പുലിയൂർ ക്ഷേത്രത്തിൽ കൂന്തൽ എന്ന് പറയുന്നൊരു ഭൂതം ഉണ്ടായിരുന്നു. ആ കൂന്തൽ ഭൂതത്തെ പിന്നീട് ആരാക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. അങ്ങനെ ഇന്ത്യൻ ബ്രാഹ്മണ്യം കൂന്തലിനെ പൂജിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെയും കൂന്തലിനെ തന്നെയും ഹിംസാത്മകമായി നിർമൂലനം ചെയ്ത് പുതിയൊരു പൂണൂലിട്ട ദൈവത്തെ അവിടെ വാഴിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ കീഴാളരുടെയും ബഹുജനങ്ങളുടെയും ആരാധനാ സങ്കേതങ്ങളെ തട്ടിയെടുത്ത് അപഹരിച്ച് അവരുടെ സാംസ്കാരിക മൂലധനത്തെ ഇല്ലാതാക്കിയത്. എന്താണതിന് പ്രതിരോധം? ഒരേ ഒരു പ്രതിരോധമേ ഉള്ളൂ. ഇന്ത്യയിലെ ദളിതരും ബഹുജനങ്ങളും ഈശ്വരവിശ്വാസം ഉപേക്ഷിക്കണമെന്നോ അവരുടേതായ കോട്ടാൻകോട്ട ആധ്യാത്മികത വെടിയണമെന്നോ അല്ല പറയുന്നതിൻ്റെ അർത്ഥം. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ 2 പോയിന്റുകളുണ്ട്. ഒന്ന്, നമ്മളെ ആദരിക്കാത്ത ക്ഷേത്രങ്ങളിൽ പോയി കാണിക്കയിടുവാൻ ഇനിമേൽ തയ്യാറാവരുത് എന്ന് നാരായണ ഗുരുസ്വാമികൾ അന്ന് പ്രസ്താവന ഇറക്കുന്നുണ്ട്. നിങ്ങളെ ബഹുമാനിക്കാത്ത ക്ഷേത്രത്തിൽ പോയി എന്തിന് നിങ്ങൾ കാണിക്കയിട്ട് നിങ്ങളുടെ ധനം വ്യയം ചെയ്യുന്നു എന്നാണ് നാരായണ ഗുരുസ്വാമികൾ അന്ന് ചോദിച്ചത്. അദ്ദേഹം ബദൽ മാർഗവും സൃഷ്ടിച്ചു. അദ്ദേഹം സൃഷ്ടിച്ച ബദൽ മാർഗം എന്താണ്? സ്വന്തമായി ക്ഷേത്രം നിർമ്മിച്ചു, ക്ഷേത്രം സ്ഥാപിച്ചു.
ഇളനീരുമായി, കണ്ണൂരിലെ ചരിത്രമാണ്, ഇളനീരുമായ ആളുകളെല്ലാം ബ്രാഹ്മണ ക്ഷേത്രത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? ഇനി ഇളനീരുമായിട്ട് നിങ്ങൾ ബ്രാഹ്മണ ക്ഷേത്രത്തിലേക്ക് പോകണ്ട, ഇനി തലശ്ശേരിയിലേക്ക് പോരും, ഇവിടെ ഇനി ഇളനീര് അഭിഷേകം ചെയ്താൽ മതി എന്നാണ് ഗുരു പറഞ്ഞത്. അതിനു മുമ്പ് ഗുരു പറഞ്ഞത് എന്താണ്? നാളികേരം അവിടെ നിന്ന് തേങ്ങയാവട്ടെ എന്നാണ് ഗുരു പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് പൊളിറ്റിക്സ് നമ്മൾ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പൊളിറ്റിക്സാണ്. എന്തുകൊണ്ട് ഗുരു ഇങ്ങനെ പറഞ്ഞു? ഗുരു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണ സങ്കേതങ്ങളിൽ പോയി ശ്രേണീകൃത അസമത്വത്തിൻ്റെ ജാതി ശരീരങ്ങളായി അപകൃഷ്ടരായിത്തീരാൻ ഗുരു കേരളത്തിലെ കീഴാള മനുഷ്യരെ ഗുരു അനുവദിച്ചില്ല. സോദരത്വേന വാഴുന്ന മാതൃകാ സങ്കേതങ്ങളായി ക്ഷേത്രങ്ങളെ ഗുരു മാറ്റിയെടുത്തു, പരിവർത്തിപ്പിച്ചു. ഇന്ത്യൻ ബ്രാഹ്മണ്യം ക്ഷേത്രങ്ങളെ ശ്രേണീകൃത അസമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു. ദേവന്മാരെ പോലും അങ്ങനെ തരംതിരിച്ചു. പൂണൂലിടാത്ത ഏതെങ്കിലും ദേവന്മാരുണ്ടോ? മുഴുവൻ ദൈവങ്ങളും പൂണൂലിട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ചെന്ന് തൊഴുന്നത് മുഴുവൻ, നമ്മൾ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഒരു നമ്പൂതിരിയാണെന്നർത്ഥം. അതിൽ കുറഞ്ഞൊന്നുമല്ല. പൂണൂലിട്ടവരെ തൊഴുന്നു എന്നതിൻ്റെ അർത്ഥം ഒരു നമ്പൂതിരിയെ തൊഴുന്നു എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദൈവങ്ങൾക്കെല്ലാം ഈ ഇന്ത്യയിലെ ദൈവങ്ങളെല്ലാം എന്തുകൊണ്ടാണ് പൂണൂൽധാരികളായി മാറിയത്? അത് ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വഭാവവും ആത്മാവും സ്വാംശീകരിച്ച ദൈവസങ്കല്പങ്ങളായതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ ആദ്യം മുതലേ വിശദീകരിച്ചതുപോലെ ധർമ്മം എന്നതുകൊണ്ട് അത് വർണ്ണാശ്രമ ധർമ്മമാണ്. ആ വർണ്ണാശ്രമ ധർമ്മം തന്നെയാണ് ജാതിധർമ്മമെന്നും നമ്മൾ കണ്ടു. ഇത് ജ്യോതിഷ വിശ്വാസത്തിൽ പോലും ഇത് വളരെ ആഴത്തിൽ, ജ്യോതിഷ വിശ്വാസങ്ങളിൽ പോലും ഇത് വലിയ രീതിയിൽ ഈ ധാർമ്മിക സമ്പ്രദായം വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്ന അമ്മുമ്മ കഥ. ബ്രാഹ്മണൻ ശപിച്ചാൽ എല്ലാം കഴിഞ്ഞു, അതോടുകൂടി ബ്രാഹ്മണൻ്റെ ശാപം കിട്ടിയ എല്ലാം തകർന്നു എന്ന് പറയുന്നൊരു അമ്മുമ്മ കഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ ശാപത്തെ വലിയ ദോഷമായി പ്രശ്നമാർഗം എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥം കാണുന്നു. എന്താണ് ബ്രാഹ്മണ ശാപം നീങ്ങാനുള്ള പരിഹാരം? അത് ബ്രാഹ്മണ പ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ ബ്രാഹ്മണ ശാപം തീരത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം. പ്രശ്നമാർഗത്തിൽ പറക്കുട്ടി, നായാട്ടു പിശാചകൻ, ആയിരം മണിയൻ തുടങ്ങിയ എല്ലാ ദൈവങ്ങളെയും നീച ദൈവങ്ങളായിട്ടാണ് സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. മാന്തേതു നീചാർച്ചിത ശശിഗ്രഹേ നീച സമർപ്പിതം. ഇത് 1750 ഗ്രന്ഥത്തിലാണിത് പറയുന്നത്. 10-ാം നൂറ്റാണ്ടിലെ പുസ്തകമൊന്നുമല്ല, 1750 എഴുതപ്പെട്ട പുസ്തകത്തിലാണ് പറയുന്നത് മാന്തേതു നീചാർച്ചിത. പ്രശ്നം വെക്കുമ്പോൾ ശനി ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ശനിയെ കൊണ്ട് എന്ത് ചിന്തിക്കണം? നീചന്മാർ പൂജിക്കുന്ന ദൈവത്തെപ്പറ്റി ചിന്തിക്കണമെന്ന്. മാന്തേതു നീചാർച്ചിത ശശിഗ്രഹേ നീച സമർപ്പിതം. ശശി എന്ന് പറഞ്ഞ ചന്ദ്രൻ, ചന്ദ്രനെ കൊണ്ട് നീചന്മാരാരാധിക്കുന്ന ദേവന്മാരെ പറ്റി ചിന്തിക്കണമെന്ന്. മോക്ഷം പോലും ത്രൈവർണികന്മാർക്ക് മാത്രമേ മോക്ഷത്തിന് പോലും അധികാരമുള്ളൂ എന്നാണ് വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകത്തിന് രചിക്കപ്പെട്ട ദശാധ്യായി എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നത്. അധവർമ്മ പുനർജന്മന വ്യത്യസ്യാർത്ഥോ വ്യാഖ്യായതേ എന്ന് തുടങ്ങുന്ന ദശാധ്യായുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഗായത്രി മന്ത്രത്തെ ഉപാസിക്കുന്ന ത്രൈവർണികന്മാരായ പുരുഷന്മാർക്ക് മാത്രമാണ് മോക്ഷത്തിന് അധികാരമെന്ന, വേറെ ആർക്കും മോക്ഷത്തിന് അധികാരമില്ല. ഇനി രോഗം വരുമ്പോൾ എന്താണ് രോഗത്തിന് പരിഹാരം? രോഗം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർവജന്മകൃതമായ പാപത്തിൻ്റെ ഫലമാണ് രോഗങ്ങളെന്ന് സനാതനധർമ്മം സിദ്ധാന്തിക്കുന്നു. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ. നിങ്ങൾ പൂർവജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറയുന്നതോടുകൂടി സാമൂഹ്യമായി ചികിത്സിക്കേണ്ട, ശാരീരികമായി ചികിത്സ ചെയ്യേണ്ട ഒന്നായി രോഗത്തെ കാണുന്നതിന് പകരം അതിനെ പൂർവജന്മാർജിതമായ ഒന്നായിട്ട് രോഗത്തെ കാണുന്നു. അതുവഴി രോഗം വന്ന ശരീരത്തെയും രോഗിയെയും ഇന്ത്യൻ ബ്രാഹ്മണ്യം പാപിയായി മുദ്ര കുത്തുകയും സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഇന്ത്യൻ ബ്രാഹ്മണ്യം
ചികിത്സ ചെയ്യുന്ന ആയുർവേദ ചികിത്സകരെ പോലും അശുദ്ധിയുള്ളവരായും പതിതരായും സ്ഥാനപ്പെടുത്തി. ധർമ്മസൂത്രങ്ങളിൽ ചികിത്സിക്കുന്ന വൈദ്യന്മാരെ പതിതർ എന്നാണ്. അവരെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത്, അവർക്ക് ആഹാരം കൊടുക്കരുത് എന്നാണ് ധർമ്മസൂത്രങ്ങൾ സ്ഥാനപ്പെടുത്തിയത്. രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രശ്നമാർഗം പറയുന്നുണ്ട്. മൃത്യുഞ്ജയ ഹവനംഖലു സർവരുജാം ശാന്തേ വിധേയം സ്യാത് സർവേഷഭി ഹോമേഷു ബ്രാഹ്മണഭുക്തിസ്തദാ തദാപ്തവചന. പ്രശ്നമാർഗം 13-ാം അധ്യായം 36-ാമത്തെ ശ്ലോകം. എല്ലാവിധ രോഗങ്ങളും മാറുന്നതിന് മൃത്യുഞ്ജയ ഹോമം ചെയ്യുവാൻ വിധിക്കണം. അതുപോലെ ഏതു ഹോമം വിധിച്ചാലും അതോടൊപ്പം ബ്രാഹ്മണരെ കാല് കഴുകി ചൂട്ടണമെന്നും വിധിക്കേണ്ടതാണ്. ഇതാണല്ലോ കേരളത്തിലെ ജ്യോത്സ്യന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവടി നിരത്തി, ഇങ്ങനെ നിരത്തുമല്ലോ. എങ്ങനെയാണ് നിരത്തുന്നത്? കൈലാസാദ്രീശകോടേ സുരവിടവിതടേ സ്പാടികേ മണ്ഡപേ സന്മാതങ്കാരാദിവിടോപരി വരലസിതം എന്നൊക്കെ പറഞ്ഞ് മന്ത്രം ചൊല്ലി കവടി ഉരുട്ടി ബ്രാഹ്മണർക്ക് കാല് കഴിച്ചു വിട്ടു. ഇതിപ്പോഴും കേരളത്തിൽ നടക്കുന്നില്ലേ? ഉണ്ട്. കേരളത്തിൽ വളരെ സുഖമായിട്ട് ഇപ്പോഴും ബ്രാഹ്മണരെ കാല് കഴിച്ച് കൂട്ട് നടക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ വിപ്ലവകാരികളും പുരോഗമനകാരികളുമാണെന്നാണ് ലജ്ജയില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ലജ്ജയില്ലാതെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേരളീയർ വലിയ പുരോഗമനകാരികളാണ്. പക്ഷേ ബ്രാഹ്മണരെ കാല് കഴിച്ച് കൂട്ടുന്ന ചടങ്ങ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രാഹ്മണ്യത്തെ വാഴ്ത്തുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും അവർക്ക് പോലും ഇതിൽ നിന്നും മുക്തിയില്ല എന്ന് നമുക്ക് കാണാം. എഴുത്തച്ഛൻ്റെ കൃതികളാണല്ലോ ഈ 31 ദിവസം ഇരുന്ന് വായന. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ പറയും, ബ്രഹ്മന്തൻ അംഗ്രിജാതനായതു ശൂദ്രനല്ലോ ദാസനായി ദ്വിജകുല പാദസേവയും ചെയ്ത് വാസനയാലേ ദേശാമൃത്യും രക്ഷണം. വിരാട് പുരുഷൻ്റെ അങ്ക്രിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത്. അയാളുടെ ജോലി എന്താണ്? ദാസനായി ദ്വിജകുല പാദസേവയും ചെയ്ത്. ജീവിതകാലം മുഴുവൻ ശൂദ്രൻ്റെ ജോലി എന്താണ്? ബ്രാഹ്മണ സേവ. അതാണല്ലോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ വളരെ കൃത്യമായി ബ്രാഹ്മണ പാദസേവ ചെയ്തു, ഇല്ലേ? വളരെ കൃത്യമായി ചെയ്തു. എങ്ങനെയാ ചെയ്തത്? ആരണർക്കൊരു ദുഃഖം കാണുമ്പോൾ അതു തീർപ്പാൻ പ്രാണത്യാഗവും ചെയ്ത സൽഗതി ലഭിക്കണം. ബ്രാഹ്മണർക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായെന്ന് കണ്ടാൽ സ്വന്തം പ്രാണൻ ത്യജിച്ചിട്ടാണെങ്കിലും കൊള്ളാം, ഇറങ്ങി പുറപ്പെടണം അതിനു വേണ്ടി. ശബരിമലയെ നമ്മളതല്ലേ കണ്ടത്. ബ്രാഹ്മണ്യത്തിന് എന്തെങ്കിലും ഒരു കേടുപാട് വരുന്നു എന്ന് കണ്ടാൽ അപ്പോൾ ശൂദ്ര രംഗപ്രവേശം ചെയ്യും. സത്യത്തിൽ കേരളീയ ശൂദ്രരുടെ ചരിത്ര വിധിയാണ്. ഈ ആരണർക്ക് ദുഃഖം വരുമ്പോഴെല്ലാം ചാടിപ്പുറപ്പെടുക എന്ന് പറയും. അവർ ജനാധിപത്യ ശരീരികളായിട്ടില്ല. ഇനി എന്താണ് ശൂദ്രൻ്റെ ലക്ഷണം? എഴുത്തച്ഛൻ പറയും, അക്ഷര അനഭിജ്ഞത്വം മൂഢത്വവും അക്ഷരവ്യക്തി വിഹീന ആലാപനങ്ങളുമെല്ലാം ശൂദ്രധർമ്മങ്ങളെന്നു ധരിക്ക യുധിഷ്ഠിര. ഇവിടെയും ധർമ്മം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അക്ഷര അനഭിജ്ഞത്വം, വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല. മൂഢത്വം, ശൂദ്രൻ എക്കാലവും ഒരു വിഡ്ഢിയായിരിക്കണം. അക്ഷരവ്യക്തി വിഹീന ആലാപനങ്ങളുമെല്ലാം ശൂദ്രധർമ്മങ്ങളെന്നു ധരിക്ക യുധിഷ്ഠിര. എഴുത്തച്ഛൻ മഹാഭാരതത്തിൽ ആസ്തിക പർവ്വത്തിൽ പാലാഴി മദന ഭാഗത്ത് പറയും, നമ്മുടെ വീട്ടകങ്ങളിൽ ഇപ്പോഴും വായിക്കുന്ന പുസ്തകമാണ്. ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദ്വിജന്മാർക്കു മറ്റൊന്നുമില്ലല്ലോ. ബ്രാഹ്മണരെക്കാട്ടിലും ശ്രേഷ്ഠന്മാരായിട്ട് ആരുമില്ല. ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത് ആരാണ്? ബ്രാഹ്മണരാണ്. വന്ധ്യന്മാരാകുന്നതും ദ്വിജന്മാരത്രേ, നിന്ദിച്ചു പോകായി അവരെ ഒരിക്കലും. നന്ദിച്ചു സന്തേതം സന്തതം വന്ദിച്ചു കൊള്ളേണം, ദേവാദികൾക്കും പ്രപഞ്ചത്തിനും പരം ദൈവതമാകുന്നതും ദ്വിജന്മാരത്രേ. ശാശ്വതമാകിയ ധർമ്മമാകുന്നതും ഈശ്വരനാകുന്നതും ദ്വിജന്മാരത്രേ. എത്ര ദിനീട്ട് വിളക്ക് വെച്ച് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. 1 കിലോ എണ്ണയും പാഴാക്കി
അതിൽ 10-15 തിരി വിളക്ക് വിട്ട് 50 രൂപയുടെ ചന്ദനത്തിരിയും മേടിച്ച് കർപ്പൂരവും മേടിച്ച് അവലും മലരും എല്ലാം വാഴയിലക്കകത്ത് വെച്ച് ഭക്തിപൂർവ്വം വായിക്കുകയാണ്, ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ പാരായണം, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ പാരായണമാണിത്. എഴുത്തച്ഛൻ വലിയ വിപ്ലവകാരികളാണെന്നാണ് നമ്മുടെ മലയാളം മുൻഷിമാർ ദിവസവും പ്രബന്ധം എഴുത്താം. പൂന്താനം വിപ്ലവകാരി, എഴുത്തച്ഛൻ വിപ്ലവകാരി, എല്ലാം 916 വിപ്ലവകാരികളാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ബ്രാഹ്മണ്യത്തെ വാഴ്ത്തിയ മഹാന്മാർ വിപ്ലവകാരികളാണെന്ന് പറയണമെങ്കിൽ 2 കൂട്ടർക്കേ പറ്റൂ. ഒന്നുകിൽ പുസ്തകം വായിക്കാത്തവർക്ക്, അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടും ഈ ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കണമെന്ന് പ്രത്യേകമായ കുതന്ത്രമുള്ളവർക്ക്. ഈ 2 കൂട്ടർക്ക് മാത്രമേ ഈ പുസ്തകം വിപ്ലവമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. വേറെ ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ സവർണ പുരോഗമന ബുദ്ധിജീവികൾക്ക് മഹാഭാരതം വിപ്ലവ ഗ്രന്ഥമാകുന്നത് ഇങ്ങനെ. കാരണം അവരുടെ സവർണത ഉറപ്പിക്കപ്പെടുന്നത് ഈ ഗ്രന്ഥപാഠങ്ങൾ നിലനിൽക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് അവർക്ക് രാമൻ ജഗദാനന്ദകാരകനാകുന്നതും ഈ പുസ്തകം വലിയ വിപ്ലവ പുസ്തകമാകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത് ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന സങ്കല്പ വ്യവസ്ഥയിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ സനാതന ധർമ്മ വിവാദം ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റുണ്ട്. വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണെന്നും പുരോഗമനകാരിയാണെന്നും ഒക്കെ പറയുന്ന വിപ്ലവ വായാടിത്തം യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യ സനാതന ധർമ്മം ഉറപ്പിക്കുന്ന ചാതുർവർണ്ണ്യ സിദ്ധാന്തങ്ങളെ പരിലാളിക്കുകയും അതിൻ്റെ പരിസ്ഫൂർത്തിക്കായി നിരന്തരം യത്നിക്കുകയും ചെയ്ത ഒരാളാണ് വിവേകാനന്ദൻ എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സനാതന ധർമ്മത്തിൻ്റെ സംഭാഷണത്തിൽ അത് വളരെ പ്രസക്തമാണ്. നിങ്ങൾക്കൊരേ സമയം സ്വാമി വിവേകാനന്ദനെയും നാരായണ ഗുരുവിനെയും കൂടെ ചേർത്ത് വെക്കാൻ കഴിയുകയില്ല. നാരായണ ഗുരുസ്വാമികൾ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേരായ സനാതനത്വത്തെ എതിർക്കുമ്പോൾ വിവേകാനന്ദൻ എന്താണ് ചെയ്യുന്നത്? സനാതനത്തിൻ്റെ ആത്മസത്തയായ ചാതുർവർണ്ണത്തെ സിദ്ധാന്തീകരിക്കുകയും ന്യായീകരിക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. 1899 ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിൻ്റെ പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിക്കാം. ഒരു മനുഷ്യൻ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിലൊരാളുടെ കുറവുണ്ടാകുന്നുവെന്ന് മാത്രമല്ല, ശത്രുവിൻ്റെ എണ്ണം ഒന്ന് കൂടുക കൂടിയാണ്. 1889 വാചകമാണ്. ഷംസുൽ ഇസ്ലാം പറയുന്നൊരു വാചകമുണ്ട്. ഷംസുൽ ഇസ്ലാം പറയുന്നത്, നിർഭാഗ്യവശാൽ 1997-98 ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് 2002 അവിടുത്തെ നരവംശഹത്യയ്ക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷമിളക്കി വിടാൻ ലഘുലേഖകളിലും ബിൽബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തി എന്നാണ് ഷംസുൽ ഇസ്ലാം രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറയാൻ കാരണം? ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും ശത്രുവാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അതാണ് നമ്മളിനി പരിശോധിക്കേണ്ട വിഷയം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികളാണ്. അതിലെ ഒന്ന് അദ്വൈതാശ്രമം കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച 1991 എഡിഷനാണ്. അതിൽ വിവേകാനന്ദൻ പറയും, ആര്യൻ ദൈവം എല്ലാ ജനസമൂഹങ്ങളുടെയും ആദി പിതാവാണ്. സെമറ്റിക് ദൈവം പേടിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നു. നോക്കൂ, എഴുത്തച്ഛൻ പറയുന്ന അതേ കാര്യമല്ലേ വിവേകാനന്ദൻ പറയുന്നത്? എഴുത്തച്ഛൻ എന്താണ് പറഞ്ഞത്? ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദ്വിജന്മാർക്ക് മറ്റൊന്നുമില്ലല്ലോ. എന്താണ് വിവേകാനന്ദൻ പറയുന്നത്? ആര്യൻ ദൈവം എല്ലാ ജനസമൂഹങ്ങളുടെയും ആദി പിതാവാണ്. രണ്ടും ആശയം ഒന്ന് തന്നെയാണ്. ബ്രാഹ്മണ്യവും ബ്രാഹ്മണരുമാണ് ഇന്ത്യയുടെ ആദിമ പാരമ്പര്യം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. ദൈവം ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ, അത് സംസ്കൃതത്തിലാണ് എന്ന് വിവേകാനന്ദൻ പറയുന്നു. ആര്യൻ വംശീയവാദം വിവേകാനന്ദൻ ആവിഷ്കരിക്കുന്നു. വടക്ക് ഭാഗത്താണ് ആര്യന്മാർ ജീവിച്ചത്. അവർക്ക് ഊഷ്മളവും കാവ്യാത്മകവുമായ പ്രകൃതമുണ്ടായിരുന്നു. ക്രമബദ്ധമായ ശാരീരിക സവിശേഷതകളും കറുത്ത കണ്ണുകളുള്ളവരുമായിരുന്നു ആര്യന്മാർ. അവരുടെ മുടിയും ചർമ്മവും പാൽത്തുള്ളികൾ പോലെയായിരുന്നു. സ്വാഭാവികമായും ആര്യൻ കലർപ്പില്ലാത്തവനും, ശ്രദ്ധിക്കുക, സ്വാഭാവികമായും ആര്യൻ
കലർപ്പില്ലാത്തവനും ലൈംഗിക വിഭജന മനോഭാവമില്ലാത്തവനുമായിരുന്നു. ആര്യൻ എന്തില്ലാത്തവനായിരുന്നു? കലർപ്പില്ലാത്തവനായിരുന്നു. എന്താണ് ഗീതയിൽ പറയുന്നത്? എന്തായിരുന്നു ഗീതയിൽ അർജുനൻ്റെ ദുഃഖം? വർണ്ണസങ്കരം. ഇതായിരുന്നു അർജുനൻ്റെ ദുഃഖം. കലർപ്പുണ്ടാകുന്നത് ആയിരുന്നു അർജുനൻ്റെ ദുഃഖം. കൃഷ്ണനോട് അർജുനൻ എന്താണ് പറയുന്നത്? കുലസ്ത്രീയാഹ ദുഷ്യന്തേ, യുദ്ധത്തിൽ ക്ഷത്രിയ പുരുഷന്മാർ മരിച്ചാൽ ക്ഷത്രിയ സ്ത്രീകൾ ദുഷിച്ചു പോകും. എങ്ങനെയാണ് ക്ഷത്രിയ സ്ത്രീകൾ ദുഷിക്കുന്നത്? ക്ഷത്രിയ സ്ത്രീകൾ മറ്റു വർണ്ണത്തിൽപ്പെട്ട പുരുഷന്മാരുമായി വിവാഹം കഴിച്ചോ അല്ലാതെയോ ഒക്കെ തന്നെ ഒരു ജീവിതം ഉണ്ടായി വരും. കലർപ്പുള്ള ഒരു ജീവിതം ഉണ്ടാകും. ആ കലർപ്പുള്ള ജീവിതമായിരുന്നു അർജുനൻ്റെ ദുഃഖം. അല്ല വേറെ വലിയ ഫിലോസഫിക്കൽ പ്രശ്നമൊന്നും ഗീതയിലില്ല. ഗീതയിലെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് 2025 പത്രങ്ങളിൽ നമ്മൾ മാട്രിമോണിയൽ കോളങ്ങളിൽ കാണുന്ന പരസ്യത്തിൽ എന്താണ് കാണുന്നത്? അതേ ദുഃഖമാണ് അർജുനന് ഉണ്ടായിരുന്നത്. 2025 നാം നേരിടുന്ന പ്രശ്നം എന്താണോ അതേ പ്രശ്നമാണ് അർജുനന് ഉണ്ടായിരുന്നത്. ജാതി മാറിയുള്ള കല്യാണം അത് പാടില്ല. ഇതായിരുന്നു അർജുനൻ്റെ ദുഃഖം. അധ്യായത്തിൻ്റെ പേരൊക്കെ കേട്ട വലിയ ഗംഭീര പേര, അർജുന വിഷാദയോഗം. സംഗതി എന്താണ്? തനിജാതിവാദമാണ് അർജുനൻ പറയുന്നത്. ഞങ്ങൾ ക്ഷത്രിയ പുരുഷന്മാർ മരിച്ചു പോയാൽ ക്ഷത്രിയ സ്ത്രീകളൊക്കെ ദുഷിച്ചു പോകില്ലേ ഭഗവാനെ? ഹൃദയം പൊട്ടി കരഞ്ഞ് ഗാന്ഡീവവുമായി കുഴഞ്ഞു വീണു അർജുനൻ. പിന്നീട് ചരിത്രത്തിൽ കുഴഞ്ഞു വീണത് ഒരു ഊന്നുപാറ പണിക്കരാണ്. ഒരു ഊന്നുപാറ പണിക്കർ ഇതുപോലെ കുഴഞ്ഞു വീണ് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇന്ത്യയിലെ അവർണർ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കേട്ട് ബോധം കെട്ട് വീണു ഊന്നുപാറ പണിക്കർ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് വിദ്യാർത്ഥി പ്രവേശം ഉണ്ടായപ്പോൾ ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീണു. എന്തിനാണ് ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീണത്? അവർണർ പഠിക്കാനായി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഊന്നുപാറ പണിക്കർക്ക് സ്വബോധം നഷ്ടപ്പെട്ടു. അതുപോലെ അർജുനനും സ്വബോധം നഷ്ടപ്പെട്ടു. അർജുന വിഷാദയോഗം. എന്താണ് അർജുനൻ്റെ വിഷാദമെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. അർജുന, നീ വിഷമിക്കണ്ട, ചാതുർവർണ്ണ്യം തകരില്ല. എന്താ കാരണം? മയാ സൃഷ്ടം, ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞത് ദൈവായത്തമാണെന്നും ഈശ്വരീയമാണെന്നും അതെല്ലാവരും ഈശ്വരീയമായി കരുതിക്കോളുമെന്നും അതിനൊരിക്കലും തകർച്ച നേരിടുമില്ല എന്നാണ് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത്. അതേ വാക്കുകൾ നമ്മൾ എവിടെ കാണുകയാണ്? വിവേകാനന്ദനിലും കാണുകയാണ്. ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ, വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സിൽ 3ാമത്തെ വോള്യം 506 പേജ്, അദ്വൈതാശ്രമം കൽക്കട്ട. ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ അതിമാനുഷ്യരുടേതായി രഹസ്യ ആര്യൻ ഗോത്രം എങ്ങനെ അതിജീവിച്ചുവെന്ന് ആധുനിക കാലത്തെ മനുഷ്യർക്കാർക്കും അറിയില്ല. മിഷനറിമാർ അവരെ കണ്ടെത്തിയില്ല. മുസ്ലിം സ്വാധീനങ്ങൾ അവർക്കേശിയില്ല. അവിടാണ് പോയിന്റ് കിടക്കുന്നത്. മുസ്ലിം സ്വാധീനം അവർക്കേശിയില്ല. വിവേകാനന്ദൻ എന്തുകൊണ്ടാണ് ഹിന്ദുത്വർക്ക് ഇത്രയും പ്രിയങ്കരനായ ദൈവമായി മാറിയത് എന്ന് ഈ വാചകത്തിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ. മുസ്ലിം സ്വാധീനങ്ങൾ അവർക്കേശിയില്ല. ശുദ്ധഗോത്രമായിട്ട് ശുദ്ധഗോത്രമായ ഒരു ആര്യൻ ഗോത്രം ഉണ്ടായിരുന്നുമാണ് വിവേകാനന്ദൻ സങ്കല്പിക്കുന്നത്. അങ്ങനൊരു ശുദ്ധ ആര്യൻ ഗോത്രം ചരിത്രത്തിലുണ്ടായിരുന്നില്ല എന്നാണ് ആധുനികമായ ജനിതക പഠനങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കലർപ്പിൻ്റെ ചരിത്രമാണ്. ആധുനിക കാലത്തെ ജനിതക പഠിതാവായ ഡേവിഡ് റൈഷിൻ്റെ പഠനമുണ്ട്. മനുഷ്യവംശം എന്ന് പറഞ്ഞാൽ സങ്കീർണമായ കലർപ്പിൻ്റെ ചരിത്രമാണ്. ആ കലർപ്പിൻ്റെ ചരിത്രവും ഏറ്റിക്കൊണ്ടാണ് മനുഷ്യർ ഇവിടെ വരെ വന്നെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ശുദ്ധ ആര്യൻ ഗോത്രമായി ഒരു ഗോത്രവും നിലനിന്നിട്ടേയില്ല. ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയെന്ന ചരിത്രപരമായ വാദത്തെ പോലും വിവേകാനന്ദൻ അംഗീകരിച്ചിരുന്നേയില്ല. വിവേകാനന്ദൻ പറഞ്ഞു, ആര്യൻ രക്തം ലഭിക്കുന്നത് വരെ ഒരു വംശവും നാഗരികമാവുകയില്ല, നാഗരികത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനാവുകയില്ല എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമാണെന്നാണ് വിവേകാനന്ദൻ പറയുന്നത്. ഒരു വംശം ശരിക്കും നാഗരികരാകുന്നതിന് ആര്യന്മാർ രക്തം നൽകേണ്ട ആവശ്യമാണുള്ളത്.
ഇത് പിന്നീട് പറഞ്ഞ മഹാൻ്റെ പേര് ഹെഡ്ഗേവാർ എന്നാണ്. അദ്ദേഹം ഒരു അക്കാദമിക പ്രബന്ധം തന്നെ അവതരിപ്പിച്ചു ഈ ആര്യൻ രക്തം കൊടുക്കുന്നതിനെ പറ്റി. യഥാർത്ഥത്തിൽ കേരള ശൂദ്രർക്ക് നല്ലൊരു നല്ലൊരു സങ്കര സംസ്കാരം ഉണ്ടായി വന്നത് ഈ ആര്യൻ രക്തം കിട്ടിയത് കൊണ്ടാണെന്നുള്ള സിദ്ധാന്തം വരെ ഈ ഹിന്ദുത്വ സൈദ്ധാന്തികർ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ വേര് കിടക്കുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ സംശയലേശം എന്നേ പറയാം വിവേകാനന്ദനാണ് എന്ന്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വിവേകാനന്ദൻ വംശീയമായ ഈ വാദഗതി ജാതി വിഭജന സിദ്ധാന്തങ്ങളെ സാധൂകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാതുർവർണ്ണയ സനാതനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വർണ്ണാശ്രമ സിദ്ധാന്തമാണ് എന്നും അത് ഇളക്കം തട്ടാതെ നിലനിൽക്കേണ്ട ഒന്നാണെന്നും മനുഷ്യർക്കിടയിൽ ഒരു തരത്തിലുള്ള സങ്കരങ്ങളും നടക്കേണ്ടതില്ലാത്ത ഒന്നായി ചാതുർവർണ്ണയ സനാതന ധർമ്മം നിലനിൽക്കുന്നു. വിവേകാനന്ദൻ ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ പ്രകൃതി അതിനനുവദിക്കുകയില്ല. ഇതാണ് വിവേകാനന്ദൻ്റെ ജാതി സിദ്ധാന്തം. അപ്പം ഗീതയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വിവേകാനന്ദനുണ്ടോ? ശങ്കറിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വിവേകാനന്ദനുണ്ടോ? വളരെ വ്യക്തമായി സനാതന ചാതുർവർണ്ണ്യത്തെ സാധൂകരിക്കുന്ന ഒരാളാണ് വിവേകാനന്ദനെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി. മനുഷ്യർക്ക് ദൈവം നൽകിയ വരദാനമാണ് ജാതി എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. വിവേകാനന്ദൻ പറഞ്ഞു, മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ എങ്ങനെ പരിഹരിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. എന്തായാലും അവിടെ ഇരിക്കട്ടെ. വിവേകാനന്ദൻ പറയുന്നു, സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്നപരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഈ രക്തശുദ്ധി ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവേകാനന്ദൻ പറഞ്ഞ ഈ രക്തശുദ്ധി വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളും സ്കൂളുകളിലും വിവേകാനന്ദൻ പറഞ്ഞ രീതിയിലുള്ള ഈ സനാതന ജാതി വ്യവസ്ഥ രക്തശുദ്ധി കൃത്യമായി ഉറപ്പുവരുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉത്കൃഷ്ടമായ ശക്തിയുള്ളൊരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണം ഉറപ്പു നൽകി. അപ്പോൾ യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യം ചെയ്യുന്ന എന്താണ്? അത് മനുഷ്യർക്കിടയിൽ കൃത്യമായി നിലനിർത്തുന്ന ഒരു സാമൂഹിക സന്തുലിതാവസ്ഥയാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചത് ആരാണ്? ബ്രാഹ്മണ്യമാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അപ്പം തുടങ്ങി ഇന്ത്യയുടെ പ്രശ്നം അവിടെ തുടങ്ങിയെന്നാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. 1899 മാർച്ചിൽ ഉദ്ബോധനത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ബംഗാളി ലേഖനത്തിൽ വിവേകാനന്ദൻ ഇത്തരത്തിൽ എഴുതി, എല്ലാ പരിഷ്കൃത സമുദായങ്ങളിലും എക്കാലത്തും മനുഷ്യനിലെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനൊത്ത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുണ്ട്. കാലത്തിൻ്റെ കയ്യൂക്കിനൊത്ത് കാലാകാലങ്ങളുടെ അവരുടെ സംഖ്യയ്ക്കും പ്രഭാവത്തിനും വരുന്ന വ്യത്യാസങ്ങൾ പല നാടുകളിലും പലതരത്തിലായിരിക്കും. ചില നാടുകളിൽ ഈ 4 ജാതികളിൽ ഒന്നിലുള്ളവരുടെ സംഖ്യയും പ്രഭാവവും മറ്റുള്ളവരുടേതിനേക്കാൾ അധികമാണെന്ന് വരാം. ചിലപ്പോൾ ഒരു ജാതിക്കാർക്ക് മറ്റുള്ളവരെക്കാൾ പ്രതാപം കൂടിയെന്നും വരാം. പക്ഷേ ലോകചരിത്രം ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെടും, പ്രകൃതി നിയമങ്ങൾക്കൊത്ത് ഓരോ സമുദായത്തിലും ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ ലോകത്തെ ഭരിച്ചു വരുന്നു എന്ന്. ചുരുക്കത്തിൽ
അസമത്വം പ്രകൃതി നിയമമാണ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. അസമത്വം പ്രകൃതി നിയമമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു. അദ്ദേഹം എഴുതി, ജാതി നന്ന് ജീവിത പ്രശ്നത്തിനുള്ള സ്വാഭാവികമായ സമാധാനമാണത്. മനുഷ്യർ സംഘങ്ങളായി പിരിയണം, അത് മാറ്റുക വയ്യ. നിങ്ങൾ എവിടെ ചെന്നാലും ശരി, അവിടെ ജാതി ഉണ്ടാകും. പറഞ്ഞതാരാണ്? പറഞ്ഞ ആളുടെ പേരെന്താണ്? സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ എന്തു പറഞ്ഞു എന്നാണ് നമ്മുടെ മഹാന്മാർ പറഞ്ഞു നടക്കുന്നത്? കേരളം ഭ്രാന്താലയമാണ് എന്ന് ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുകയും ജാതിയെ ന്യായീകരിക്കുകയും അസമത്വത്തെ പ്രകൃതി നിയമമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരു മഹാൻ കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെയും വിപ്ലവവാക്യം. ചുരുക്കം പറഞ്ഞാൽ ഈ സനാതന ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുന്ന ഒരാളായിരുന്നു വിവേകാനന്ദൻ എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഒരു സംഭവം ഉണ്ടായി കേരളത്തിൽ. തവനൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബര വിമർശം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഏതാനും വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ധർമ്മരാജ്യമെന്ന് പ്രസിദ്ധി നേടിയ തിരുവിതാംകൂറിൽ അടുത്ത കാലത്തുണ്ടായ ക്ഷേത്രപ്രവേശന വിളംബരം ഏറ്റവും ധർമ്മദ്രോഹകരമായ ഒന്നാണെന്ന് നിസ്സംശയമായും പ്രസ്താവിക്കാം. അപ്പോൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അധർമ്മമായിട്ടാണ് ആര് കാണുന്നത്? തവനൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാണുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ സനാതനികളുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ നമ്പൂതിരിമാരെല്ലാം കൂടെ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ബഹിഷ്കരിക്കുക ഉണ്ടായ ചരിത്രം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. അദ്ദേഹം എഴുതി, വിശ്വാസവും ജീവിതയാത്രയും എന്നാൽ കാലപരിച്ഛിന്നമല്ലാത്ത ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ സനാതന ധർമ്മങ്ങളും വിശേഷ ധർമാചരണങ്ങളുമാകുന്നു. എന്താണ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പറയുന്നത്? ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണ്? സനാതന ധർമ്മങ്ങളും വിശേഷ ധർമാചരണങ്ങളുമാകുന്നു. ഇനി എന്താണ് ഈ സനാതന ധർമ്മം എന്ന് അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് നോക്കാം. ഹിന്ദുമതത്തിൽ പൊതുവെ ഈ സനാതന ധർമ്മ വിവാദം ഉണ്ടായപ്പോൾ ഹിന്ദുത്വവാദികൾ പറയാത്തൊരു കാര്യമുണ്ട്. അവർ സനാതന ധർമ്മം എന്താണെന്ന് നിർവചിക്കുന്നേയില്ല. സനാതനധർമ്മം ആനയാണെന്ന് പറയും, സനാതനധർമ്മം ചേനയാണെന്ന് പറയും, സനാതനധർമ്മം കുമ്പളങ്ങയാണെന്ന് പറയും, വെള്ളരിക്കയാണെന്ന് പറയും, ഇങ്ങനെ പലതരത്തിൽ പറയും. പക്ഷേ അതെന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കത്തില്ല. സനാതനധർമ്മത്തിൽ ചില പുഴുക്കുത്തുകളുണ്ട് എന്നും ആ പുഴുക്കത്തുകൾ ഒഴിവാക്കിയാൽ സനാതനധർമ്മം വളരെ നല്ലതാണ് എന്ന് പറയുന്നൊരു വ്യാഖ്യാനം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. സത്യത്തിൽ നിങ്ങൾ കണ്ടു കാണും, ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയുണ്ടല്ലോ, അത് ഈ പുഴുക്കളെ തിന്നുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആ പുഴു ഇല മുഴുവൻ തിന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇലയിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? കുറേ ദ്വാരങ്ങളല്ലാതെ ഇലയിൽ എന്തെങ്കിലും അവശേഷിക്കാറുണ്ടോ? ഇത്രയേ ഉള്ളൂ സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിൽ പിന്നെ വേറൊന്നും എടുക്കാനില്ല. അപ്പോൾ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പറയുകയാണ്, ഹിന്ദുമതത്തിൻ്റെ ജീവനായ ധർമ്മത്തിന് ആധാരമായ ശരീരം ചാതുർവർണ്ണ്യമാകുന്നു. പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് സംശയമില്ല, ശങ്കരാചാര്യർക്ക് സംശയമില്ല, വിവേകാനന്ദന് സംശയമില്ല, വേദവ്യാസന് സംശയമില്ല, വാൽമീകിക്ക് സംശയമില്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യമാണെന്നും ജാതിയാണെന്നും വേദവ്യാസനും വാൽമീകിയും കാളിദാസനും മുഴുവൻ സംസ്കൃത സൈദ്ധാന്തികന്മാരും പുരാണകർത്താക്കളും ഇതിഹാസ ഗ്രന്ഥപാഠത്തിൻ്റെ കർത്താക്കളും ഒറ്റവാചകത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്നു, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യമാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷവും പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പറയുന്നത് എന്താണ്? ഹിന്ദുമതത്തിൻ്റെ ജീവനായ ധർമ്മത്തിന് ആധാരമായ ശരീരം ചാതുർവർണ്ണ്യമാകുന്നു എന്ന് വെച്ചാൽ വർണ്ണാശ്രമധർമ്മ സമ്പ്രദായമെന്ന് സാരം. ഈ ചാതുർവർണ്ണ്യത്തിന് അതായത് വേദത്തിൻ്റെ ഉൽപ്പത്തിയോളം പഴക്കമുണ്ടെന്ന് ആരും അറിഞ്ഞിരിക്കേണ്ടതാണ്.
അപ്പോൾ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ സനാതനം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യമാണെന്നും ജാതിയാണെന്നും ഒക്കെ. അപ്പോൾ ഏറെക്കുറെ ഈ സംഭാഷണത്തിലൂടെ ഒരു ഉത്തരം കിട്ടിക്കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് ചാതുർവർണ്ണ്യമാണ്. സനാതനധർമ്മ ഭരണം എന്നാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ ഒരു വ്യവസ്ഥാക്രമം രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്നും നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മഹാഭാരതത്തിൽ പരീക്ഷിത്തിൻ്റെ നല്ല ഭരണത്തെപ്പറ്റി പറയും. പരീക്ഷിത് അഭവത്തേന സൗഭദ്രസ്യാത്മജോ ബലി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാശ്ചൈവ സ്വകർമ്മസു സ്ഥിതാ സുമനസോ രാജാം സ്തേന രാജ്ഞാ സുനിഷ്ഠിതാഹ. മഹാഭാരതത്തിൽ പരീക്ഷിത്തിൻ്റെ ഭരണകാലം വളരെ നല്ല കാലമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നല്ല കാലമാണെന്ന് പറയുന്നത്? ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് അവരവർക്ക് വിധിച്ച കർമ്മം മാത്രം അനുഷ്ഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പരീക്ഷത്തിൻ്റെ ഭരണകാലത്തെ നല്ല ഭരണമാക്കി മഹാഭാരതം അവതരിപ്പിക്കാൻ കാരണം. ഇതുപോലെ ശന്തനുവിൻ്റെ ഭരണത്തെയും നല്ല കാലമായിട്ടാണ് മഹാഭാരതം അവതരിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ബ്രാഹ്മണനെ ക്ഷത്രിയൻ പരിചരിക്കുകയും വൈശ്യൻ ക്ഷത്രിയനെ സേവിക്കാനായി കാത്തു നിൽക്കുകയും ശൂദ്രൻ വൈശ്യനെ പരിചരിക്കുകയും ചെയ്തു. ബ്രഹ്മപര്യചരക്ഷത്രം വിഷക്ഷത്രമനുവ്രതാഹ ബ്രഹ്മക്ഷത്രാനുരക്താശ്ച ശൂദ്രാഹ പര്യചരൻ വിഷഃ എന്ന് പറയും. അപ്പോൾ ചുരുക്കത്തിൽ ചാതുർവർണ്ണ്യത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് സനാതനധർമ്മം. അതിന് ആധുനികമായ അർത്ഥത്തിലുള്ള ഏതെങ്കിലും സങ്കല്പങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അടിസ്ഥാനപരമായി ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അതിപ്രസക്തമായ മൂല്യങ്ങളെ തച്ചു തകർത്തുകൊണ്ടും ഇല്ലായ്മ ചെയ്യാനുമാണ് പരിശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ സനാതനധർമ്മം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ, മാനവിക മൂല്യങ്ങൾക്കെതിരായ ഡോക്ടർ ബി.ആർ. അംബേദ്കറും നാരായണ ഗുരുസ്വാമികളും മഹാത്മഫൂലെയും ഫാത്തിമ ബീവിയും ഉൾപ്പെടെയുള്ള ആളുകൾ പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ പ്രകാശസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സുകളിലേക്ക് ശ്രേണീകൃത അസമത്വത്തെ ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ മണ്ണിൽ ഈ സനാതനധർമ്മം ഇറക്കുമതി ചെയ്ത് നമ്മളെ വിഭജിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് നാരായണ ഗുരുസ്വാമികൾ മുന്നോട്ട് വെച്ച സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന സങ്കല്പത്തെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കുകയും സനാതനധർമ്മത്തിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നാരായണ ഗുരുസ്വാമികളുടെ പാത പിന്തുടരുന്നു എന്നതിൻ്റെ അർത്ഥം ഒരു യഥാർത്ഥ ശ്രീനാരായണീയനാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? സനാതനധർമ്മത്തിനെതിരാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ഗുരുധർമ്മം എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുരുവിനെ സനാതനിയാക്കുന്ന മിഥ്യാവേഷധാരണകളെ നമ്മൾ കരുതിയിരിക്കുകയും അത്തരം മിഥ്യാവസ്തുതകൾക്കെതിരായി നമ്മൾ ജാഗ്രത പാലിക്കുകയും സനാതനധർമ്മം എന്ന പേരിൽ നമ്മളെ ആവേശിക്കുന്നത് രാഷ്ട്രീയ ബ്രാഹ്മണ്യമാണ് എന്ന് ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കുകയും ആ രാഷ്ട്രീയ ബ്രാഹ്മണ്യത്തെ, സാംസ്കാരിക ബ്രാഹ്മണ്യത്തെ, സാമൂഹിക ബ്രാഹ്മണ്യത്തെ, ബ്രാഹ്മണ്യം 3 തരത്തിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സാമൂഹികമായ ബ്രാഹ്മണ്യമുണ്ട്, രാഷ്ട്രീയ ബ്രാഹ്മണ്യമുണ്ട്, സാംസ്കാരിക ബ്രാഹ്മണ്യമുണ്ട്. ഈ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ബ്രാഹ്മണ്യത്തെ എതിരിടണമെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ധാർമ്മിക മൂല്യസങ്കല്പങ്ങളെ എതിരിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മഹാഭാരതവും രാമായണവും രാമനും ജഗദാനന്ദകാരകനും വിപ്ലവകാരിയാണ് എന്ന് പറയുകയും ഇന്ത്യൻ ഭരണഘടന ശ്രേഷ്ഠമായ പുസ്തകമാണ് എന്ന് ഒരേ നാവിൽ പറയുന്ന വിപ്ലവവായാടികളെ സൂക്ഷിക്കുക. അവർ അടിസ്ഥാനപരമായി ചാതുർവർണ്ണ്യ പ്രേമികൾ തന്നെയാണ്. അതുകൊണ്ട് അവരെ കരുതിയിരിക്കുക. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്:
ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അനിഹിലേഷൻ ഓഫ് സനാതന ധർമ്മ എന്നു തന്നെയാണ്. ആ അനിഹിലേഷൻ, ആ നിർമൂലനം സാധ്യമാകണമെങ്കിൽ സാമൂഹികമായ നിരന്തര അവബോധത്തിലൂടെ മാത്രമേ നമുക്ക് സനാതനധർമ്മത്തിനെതിരായ പോരാട്ടം ശക്തമാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാത്രമേ സാഹോദര്യമുള്ള, സമത്വമുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരു സാമൂഹ്യ നിർമ്മിതി സാധ്യമാവുകയുള്ളൂ. അതിൻ്റെ പോരാട്ടവേദികളായി ഇത്തരം സംഭാഷണങ്ങൾ മാറട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച കൂട്ടായ്മയോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.